മലയാളി തന്നിൽ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ശാന്തമാകും. അതിവേഗമെത്തുന്ന കൊടുങ്കാറ്റു പോലും അമർന്നു പോകുന്ന ശബ്ദം. കൊടുമ്പാവിയായ മനുജനു വേണ്ടി പറുദീസ തുറന്നതാം ശബ്ദം. കാൽവരിയിൽ നിന്നും മുഴുകിയ മൊഴികളായി. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സന്തോഷത്തോടെ, പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് രാത്രിയിലും കടന്നു വരുവാൻ വലിയവനായി ദൈവം നമുക്ക് തന്ന അനുഗ്രഹീതമായ ഈ സന്ദർഭത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കാൽവരിനാഥൻ മിനിസ്ട്രിയുടെ സൂം പ്രോഗ്രാമിൻ്റെ 100ാമത്തെ എപ്പിസോഡിലേക്ക്, അതായത് ദൈവകൃപയുടെ 100 എപ്പിസോഡുകൾ ഈ നിലയിൽ പൂർത്തിയാക്കുവാൻ വലിയവനായി ദൈവം കൃപ നൽകിയതിനായിട്ട് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. 100 എപ്പിസോഡിൻ്റെ ജീവിത അനുഭവങ്ങൾ എത്ര ശ്രേഷ്ഠമാണ്. ഞാനത് ഓർക്കുകയായിരുന്നു ദൈവസന്നിധിയിൽ. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഈ 100ാമത്തെ എപ്പിസോഡിൽ നാം ആയിരിക്കുമ്പോൾ പ്രാർത്ഥനയോടും സ്തോത്രത്തോടും കൂടെ, മാത്രവുമല്ല ദൈവവചന ശുശ്രൂഷയോടെ, അനുഗ്രഹീതമായ ഗാനങ്ങളോടുകൂടെ അല്പസമയം ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം ചെയ്ത നന്മകളെ നമുക്ക് ഓർക്കാം. അനേകരുടെ ജീവിതത്തിൽ നടത്തിയ ആ മാറ്റങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഇന്ന് രാത്രി കടന്നു വരുന്ന എല്ലാവരും കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ആരംഭിക്കാം. അനേകർക്ക് ഇന്ന് രാത്രിയിലത്തെ മീറ്റിങ്ങും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. എല്ലാ ദൈവദാസന്മാരും കടന്നു വരുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാർട്ടിംഗ് എന്നുള്ള നിലയിൽ കർത്താവിൻ്റെ ദാസൻ ടോബി ജോൺ ദുബായ്, പ്രിയ സഹോദരൻ, പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് ആരംഭിക്കും. കർത്താവിൻ്റെ ദാസനെ എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിച്ചോളും. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥപിതാവായ ദൈവമേ, ഈ നിലയിൽ സൂം പ്ലാറ്റ്ഫോം മുഖാന്തരം ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും കടന്നു വരുവാനും അടിയനും ഒരു ഭാഗമാകുവാനും അവിടുന്ന് ഇടയാക്കിയതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ സാഹചര്യങ്ങൾക്കും മുഖാന്തരങ്ങൾക്കായിട്ടും ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇങ്ങനെ അങ്ങയുടെ സന്നിധിയിൽ വരുവാൻ ഞങ്ങൾക്ക് ഒരു കാരണവശാലും യോഗ്യതയില്ലാത്തവരായിരുന്നു, പാപികളും ദോഷികളുമായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്ന പൊന്നോമന പുത്രനെ ഞങ്ങൾക്ക് പകരമായി കാൽവരി ക്രൂശിൽ യാഗമായി അർപ്പിച്ചതുകൊണ്ട് കർത്താവെ, എല്ലാ യോഗ്യതയോടും അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഇടയാക്കുന്നതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങയുടെ സന്നിധിയിൽ വരുമ്പോൾ ഞങ്ങൾക്ക് അങ്ങേ മഹത്വപ്പെടുത്തുവാനല്ലാതെ ഞങ്ങളുടെ നാവുകൾ കർത്താവെ ഞങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധ്യമല്ല. അവിടുന്ന് എത്രയോ നല്ലവനാണ്. സ്തോത്രം കർത്താവെ. കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരും ഓർത്ത് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് താഴ്ത്തി ഏൽപ്പിക്കുന്നു. കഴിഞ്ഞ 100 എപ്പിസോഡുകൾ അനുഗ്രഹീതമായ നിലയിൽ നടത്തുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ടവരെ അനുവദിച്ച് ഓർത്തു. സ്തോത്രം. അനേക ദൈവദാസന്മാർ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തു. കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. അവരുടെ അനുഭവങ്ങൾ, അവരുടെ ശുശ്രൂഷകളെല്ലാം അവിടുന്ന് മാനിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, തുടർന്ന് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ കർത്താവ് വയലുകളിൽ പ്രവർത്തിക്കുമ്പോൾ അവർ നേരിടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം അവിടുന്ന് അറിയുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കർത്താവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക ആത്മാക്കളെ ദൈവസന്നിധിയിലേക്ക് നേടുവാൻ അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ചെയ്യുന്ന എളിയ ശുശ്രൂഷകൾ അവിടുന്ന് മാനിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഏഴകളാണ്, ഞങ്ങൾക്ക് കഴിവില്ലാത്തവരാണ്, എന്നാൽ ഞങ്ങളെ അവിടുന്ന് കൃപയാൽ നിർത്തുന്നു ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. തുടർന്ന് അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിൻ്റെ സംഘാടകരെ ഞങ്ങളുടെ കരങ്ങൾക്ക് തരുന്നു. കർത്താവെ, പ്രോഗ്രാം ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാനമഹത്വം അങ്ങേക്ക് മാത്രം. വേഗം വരുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ടോമി ബ്രദർ. വളരെ സന്തോഷത്തോടെ, പ്രാർത്ഥനയോടെ ഈ എപ്പിസോഡ് ആരംഭിക്കുവാൻ വലിയവനെ ദൈവം കൃപ ചെയ്തു. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ചില കർത്താവിൻ്റെ ദാസന്മാർ ഇന്ന് നമ്മോടുകൂടെ ഉണ്ട്. കർത്താവിൻ്റെ ദാസന്മാരായ ബ്രദർ ഷോൾ വർഗീസ് ദുബായ്, അതുപോലെ ബ്രദർ ജെയിംസ് കൊടുന്തറ കുമ്പനാട്, അതുപോലെ ബ്രദർ രാജു ജോർജ് ദോഹ, അതുപോലെ പ്രിയമകൾ അക്സാറ്റി സന്തോഷ്. ഇവരിൽ നിന്ന് അനുഗ്രഹീതമായ ചില ഗാനങ്ങൾ ഇന്ന് രാത്രി നമുക്ക് കേൾക്കാം. നന്ദിയുടെയും സ്തോത്രത്തിൻ്റെയും ഗാനങ്ങൾ നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ അവർക്ക് ഈ മിനിസ്ട്രിയോടുള്ള കടപ്പാടെന്നുള്ള നിലയിൽ 2 വാക്ക് അവരിൽ നിന്നും കേൾക്കുവാനുള്ള ഒരവസരവും നമുക്കുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഗാനങ്ങളോടുകൂടെ മാത്രമല്ല, അനുഗ്രഹീതമായ ദൈവവചനം നമുക്ക് കേൾക്കാനായിട്ട് കഴിയും. കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് ബിജു കണ്ണൻ എറണാകുളം അവർ നമ്മോടുകൂടെയുണ്ട്.
ഈ ദൈവദാസന്മാരെയും പ്രിയമകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഈ മിനിസ്ട്രിയുടെ പേരിൽ എല്ലാ ബഹുമാനത്തോടും പ്രാർത്ഥനയോടും കൂടെ ഇന്ന് രാത്രിയിലത്തെ മീറ്റിംഗിലേക്ക് ദൈവനാമത്തിൽ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹീതമായി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകി ദൈവം ബലപ്പെടുത്തട്ടെ. കാൽവരിനാഥം മിനിസ്ട്രിയെക്കുറിച്ച് 2 വാക്ക് പറയുമ്പോൾ വളരെ ചാരിതാർത്ഥത്തോടുകൂടെയാണ് ഓർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നത്. ഇന്ന് പകലും ദൈവസന്നിധിയിൽ ഇരുന്ന് നന്ദിയോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ കഴിഞ്ഞ പ്രത്യേകിച്ചും ഈ സൂം മീറ്റിംഗിന്റെ 100 എപ്പിസോഡുകളിൽ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിലൂടെ കടന്നുപോയി. എത്രയോ ദൈവദാസന്മാർ, സഹോദരിമാർ, പ്രായമുള്ളവർ, പ്രായം കുറഞ്ഞവർ, അവരുടെ ജീവിതത്തിൽ അവർ തിരിച്ചറിഞ്ഞ സന്തോഷം, അവർ തിരിച്ചറിഞ്ഞ ആ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ, അതായത് അവർ തിരിച്ചറിഞ്ഞ ജീവനുള്ള ദൈവം ആ അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോവുകയായിരുന്നു. വേദനയുടെയും കഷ്ടതയുടെയും കണ്ണുനീരിന്റെയും ഏകാന്തതയുടെയും അനുഭവങ്ങളിലൂടെ. എന്നാൽ അവിടെയെല്ലാം വലിയവനായ ദൈവം അവരെ പരിപാലിച്ച വിധങ്ങൾ, അവരുടെ ഒക്കെ ജീവിതത്തിൽ പലവിധമായ വേദനകൾ ഉണ്ടായിരുന്നു, കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, ശാരീരികമായി. പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് അവർ ദൈവസന്നിധിയിൽ അവർ കാണിച്ച ആ സന്തോഷം, ആ സമാധാനം, ആ പ്രത്യാശ, നാം അതാണ് കണ്ടുകൊണ്ടിരുന്നത്. അനേക ജീവിതങ്ങൾക്ക് അത് അനുഗ്രഹമായി എന്നറിഞ്ഞ് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോഴും ഓരോ സാക്ഷ്യങ്ങൾ പലരും കേട്ട് വിളിക്കും. ഇന്ന സാക്ഷ്യം, ഇന്ന വ്യക്തിയുടെ സാക്ഷ്യം, ഇന്ന സഹോദരിയുടെ സാക്ഷ്യം എൻ്റെ ജീവിതത്തോട് സംസാരിച്ചു. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ആ 100 എപ്പിസോഡുകളിൽ പ്രക്ഷേപണം ചെയ്ത 100 പ്രോഗ്രാമുകളും ഇന്നും അനേക ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിലും ആ വചനം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനേക വ്യക്തി ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെ കർത്താവിലേക്ക് നയിക്കുകയാണ്. അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കുകയാണ്. അനേക യുവ ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അത് ചെന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു സൂം മീറ്റിംഗ് സാക്ഷ്യ പ്രോഗ്രാം എന്നുള്ള നിലയിൽ നമ്മൾ കൺവേർട്ട് ചെയ്യാനിടയായത്. എന്നാൽ അനേക ഗാനങ്ങൾ നമുക്കിതിലൂടെ പ്രക്ഷേപണം ചെയ്യുവാനിടയായി. അനേക ഗാനങ്ങൾ എഴുതിയ സഹോദരന്മാരുടെ ജീവിത അനുഭവങ്ങളിലൂടെ നാം കടന്നുപോയി. അവരുടെ വേദനകളിലൂടെ, അവർക്കുണ്ടായ പ്രത്യാശയിലൂടെ കടന്നുപോയി. അതും അനേകരുടെ ജീവിതാനുഭവങ്ങളായിരുന്നു. കേൾക്കുന്ന പലരും പറഞ്ഞു, അത് അദ്ദേഹത്തിന്റെ അനുഭവമായിരിക്കാം, പക്ഷെ അത് ഞങ്ങളുടെ അനുഭവമാണ്, എൻ്റെ ജീവിതമാണ്. അവരുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുവാൻ, ഒരു പ്രത്യാശ ലഭിക്കുവാൻ, കർത്താവിനെ കണ്ടെത്തുവാനിടയായി. വളരെ നന്ദിയോടെ ഞാനും ദൈവത്തെ സ്തുതിക്കും. ഒരുപക്ഷെ ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോകുന്ന അനേകർ ഇന്നും ഈ മീറ്റിംഗിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവനാമത്തിൽ നിങ്ങളോടുള്ള അകമഴിഞ്ഞ നന്ദി എൻ്റെയും കർത്താവിൻ്റെ ദാസൻ മാമുകുരേശാന്റെ പേരിൽ നിങ്ങളോട് അറിയിക്കുകയാണ്. ഞങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ പുറകിൽ വലിയൊരു അധ്വാനമുണ്ട്. ഒരു മീറ്റിംഗ് നടത്തുന്നതിൻ്റെ പുറകിൽ വളരെ ബുദ്ധിമുട്ടുണ്ട്, വളരെ ഫോൺ വിളിയുണ്ട്, വളരെ അധ്വാനമുണ്ട്, വളരെ തിരക്കുകളുണ്ട്. അനേക കാര്യങ്ങൾ മാറ്റിവെച്ചാണ് ദൈവസന്നിധിയിൽ അതിനായിട്ട് സമയം ചെലവഴിക്കുന്നത്. വളരെ പ്രാർത്ഥിച്ചിട്ടാണ് ഒരു മീറ്റിംഗ് ആരംഭിക്കുന്നത്. കർത്താവേ, ഇന്ന് നടക്കുന്ന മീറ്റിംഗ് ചില വ്യക്തികളോട് സംസാരിക്കണം, ചില ജീവിതങ്ങൾക്ക് മാറ്റമുണ്ടാകണം. അത് വളരെ പ്രാർത്ഥനയോടെ അത് ചെയ്യുമ്പോൾ ചില സന്ദേശങ്ങൾ, ചില അനുഭവങ്ങൾ, ചില ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നത് ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടും കേട്ടും ദൈവത്തെ സ്തുതിപ്പാനായിട്ട് ഇടയാകുന്നു. ഈ മിനിസ്ട്രിയെ നിങ്ങൾ തുടർന്ന് ഓർത്ത് പ്രാർത്ഥിക്കുക. ഇത് മുമ്പോട്ട് പോകണം. അനേകരുടെ ജീവിതത്തിന് ഇത് അനുഗ്രഹമാകണം. അനേക ദൈവദാസന്മാരെ, സഹോദരിമാരെ, യുവജനങ്ങളെ ഇതിലേക്ക് കടന്നു വന്ന് സാക്ഷ്യം പറയുവാൻ നമുക്ക് ലഭിക്കണം. അവരുടെ ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ കർത്താവിനെ അവർക്ക് മറ്റുള്ളവരോട് പറയാനിടയാകണം. നിങ്ങൾ ഈ മിനിസ്ട്രിയെ പ്രാർത്ഥനയിൽ ഓർക്കുക. വരുന്ന നാളുകളിൽ അനേകർക്ക് ഇത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ചില കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് ഞാൻ ഈ വാക്ക് അവസാനിപ്പിക്കുന്നു. ഗാന ശുശ്രൂഷയിലേക്ക് കടക്കുകയാണ്. പ്രാരംഭമായ ഗാനം കർത്താവിന്റെ ദാസൻ ജോർജ് പീറ്റർ രചിച്ച ഒരു ഗാനമാണ്. യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമേഴാതെന്നെ കാത്തവനാം, എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ, കഷ്ടതയിൽ നൽ തുണതാൻ, ദുഃഖത്തിൽ ആശ്വാസദായകൻ. കഴിഞ്ഞ നാളുകളിൽ ഇതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിന്റെ സാക്ഷ്യം. കർത്താവ് ഞങ്ങളോട് കൂടെ ഇരുന്ന്. ഒരുപക്ഷെ ഞാനോ കർത്താവിന്റെ ദാസൻ മാമുകുരേശാനോ എന്തെങ്കിലും ചെയ്തു എന്നല്ല, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഞങ്ങളെ പ്രാപ്തനാക്കിയ ഒരു ദൈവമുണ്ട്. സ്തോത്രം. ഞങ്ങളെ ശക്തിപ്പെടുത്തിയ ഒരു ദൈവമുണ്ട്. ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് ഈ മിനിസ്ട്രിയിലൂടെയും ചില ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കും. പ്രാർത്ഥനയോടെ ഈ ഗാനം നമുക്ക് കേൾക്കാം. കർത്താവിന്റെ ദാസൻ ഷോൾ വർഗീസ് വളരെ പ്രാർത്ഥനയോടെ ഈ ഗാനം ആലപിക്കുന്നു. എല്ലാ ബഹുമാനത്തോടും കർത്താവിന്റെ ദാസനെ ഈ ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രീതിയിൽ എനിക്കും ഇന്ന് ഈ 100ാം എപ്പിസോഡിൽ ജോയിൻ ചെയ്യാനായിട്ട് ദൈവം കൃപ നൽകി. അതിനായിട്ട് വലിയവനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കറക്റ്റാണ്. ബിക്കോസ് എൻ്റെ പേഴ്സണൽ ലൈഫിൽ
ഓരോ സാക്ഷ്യങ്ങളും എനിക്ക് കൂടുതൽ ആത്മീയ വർധനയ്ക്കും കൂടുതൽ ധൈര്യത്തിനും ജീവിതത്തിൽ മുന്നോട്ട് ആത്മീയമായിട്ട് വർദ്ധിക്കാനായിട്ട് ധൈര്യം നൽകിയ ഒരു പ്രോഗ്രാമാണ് കാൽവറി നാഥത്തിൻ്റെ മിനിസ്ട്രി. അത് ഏറ്റവും അനുഗ്രഹമായിട്ട് എനിക്ക് ഉണ്ടായി. എനിക്ക് അതിൽ ആക്റ്റീവായിട്ട് പല രീതിയിലും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും പാടാനായിട്ട് അവസരം നൽകുകയും സാക്ഷ്യം പറയാനായിട്ടും അവസരം നൽകി എന്നെ പ്രോത്സാഹിപ്പിച്ച എന്നെ ബലപ്പെടുത്തിയ സന്തോഷ് ബ്രദറിനെയും മാമൻ കുര്യൻ ബ്രദറിനെയും, ഞാൻ റോയ്ഷാൻ എന്നാണ് വിളിക്കുന്നത്, റോയ്ഷാനെയും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. മുന്നോട്ട് നിങ്ങളെ ധാരാളമായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. വരുന്ന കാലങ്ങളിലും ഇത് മുന്നോട്ട് പോകണം. ധാരാളമായിട്ട് ഇനിയും ദൈവത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ചെയ്യാനായിട്ട്, മാത്രമല്ല പലരും ദൈവദാസരും അവരുടെ ലൈഫ് അനുഭവങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അത് ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനായിട്ട് കൂടുതൽ പ്രചോദനം ഉണ്ടാവാനായിട്ട്, മാത്രമല്ല ഞങ്ങളുടെ ആത്മീയ വർധനയ്ക്ക് അത് കാരണമായി തീരട്ടെ എന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ പ്രോത്സാഹനത്തിനും എല്ലാ അവസരങ്ങൾക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. കാൽവറി നാഥത്തിലെ മിനിസ്ട്രിയിൽ ബിഹൈൻഡ് വർക്ക് ചെയ്യുന്ന എല്ലാ ദൈവദാസരെയും ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി ഈ ഗാനം കേൾക്കാം. ഞങ്ങളുടെ എല്ലാവരുടെയും രുചിച്ചറിഞ്ഞ കാര്യമാണ് യേശു എത്ര നല്ലവൻ എന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോ ദിവസവും അനുഭവിച്ച് ഞങ്ങൾക്ക് പാടാനായിട്ട് ഇതാണുള്ളത്. യേശു എനിക്ക് എത്ര നല്ലവൻ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി പാടാം. അറിയാവുന്ന എല്ലാവർക്കും ചേർന്ന് പാടാം. എനിക്കെത്ര നല്ലവനായി, ക്ലേശമേഴാം നിന്നെ കാത്തവനായി. യേശു എനിക്കെത്ര നല്ലവനായി, ക്ലേശമേഴാം നിന്നെ കാത്തവനായി. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലവനായി. താഴ്ചകൾ വന്നാലും വീഴ്ചകൾ വന്നാലും താങ്ങി നടത്തുവാൻ വല്ലഭനായി. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയെ നൽകുണതാ, ദുഃഖത്തിൽ ആശ്വാസദായകനായി. കഷ്ടതയെ നൽകുണതാ, ദുഃഖത്തിൽ ആശ്വാസദായകനായി. കലങ്ങും പ്രയാസം വന്നെനിക്കഭയസ്ഥാനമൊന്ന്. ഉള്ളം കലങ്ങും പ്രയാസം വന്നെനിക്കഭയസ്ഥാനമൊന്ന്. ഉറ്റവർ സ്നേഹിതർ വിട്ടുപോമെന്നാലും ഉന്നതന്മാരില്ല കൈവിടില്ല. ഉറ്റവർ സ്നേഹിതർ വിട്ടുപോമെന്നാലും ഉന്നതന്മാരില്ല കൈവിടില്ല. എക്കാലത്തും തൻ ഭക്തരെ തൃക്കൈയാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയെ നൽകുണതാ, ദുഃഖത്തിൽ ആശ്വാസദായകനായി. കഷ്ടതയെ നൽകുണതാ, ദുഃഖത്തിൽ ആശ്വാസദായകനായി.
ചേർത്തിടും ഞാൻ. മണ്ണിൽ മറഞ്ഞാലും മണ്ണിൽ ഇരുന്നാലും വിണ്ണിൽ തൻ സന്നിധം ചേർന്നിടും ഞാൻ. എക്കാലത്തും തൻ ഭക്തരെ തൃക്കയ്യാൽ താങ്ങി നടത്തുമവൻ. കഷ്ടതയിൽ നൽകുണതാ ദുഃഖത്തിൽ ആശ്വാസദായകനായ. കഷ്ടതയിൽ നൽകുണതാ ദുഃഖത്തിൽ ആശ്വാസദായകനായ. താങ്ക് യു ഷോൾ ബ്രദർ. വളരെ അർത്ഥവത്തായ അനുഗ്രഹീതമായ ഒരു ഗാനം. ആ ഗാനത്തിലൂടെ നാം ദൈവത്തെ സ്തുതിക്കുകയായിരുന്നു. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി ദൈവനാമത്തിൽ അറിയിക്കുന്നു. തുടർന്നും ഞങ്ങളെ ഈ ശുശ്രൂഷയെ കർത്താവിൻ്റെ ദാസനും കുടുംബവും പ്രാർത്ഥനയിൽ ഓർക്കണം. ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. മറ്റൊരു ഗാനത്തിലേക്ക് നാം കടന്നു പോവുകയാണ്. പരിശുദ്ധനായ ദൈവം നമ്മുടെ രക്ഷകനായതിനാൽ വിശ്വാസ പോർക്കളത്തിൽ ഓട്ടം തികച്ചിടാം. ഉല്ലാസഗാനങ്ങൾ പാടാം, ആരാധിച്ച് ആനന്ദിച്ചിടാം. സന്തോഷത്താൽ ഉള്ളം നിറഞ്ഞ് കർത്തനേശുവിൻ പാദത്തിൽ അണയാം. വളരെ അനുഗ്രഹീതമായ അർത്ഥവത്തായ ഒരു ഗാനം നാം കേൾക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ജെയിംസ് കൊടുന്തർ അവർ ഈ ഗാനം ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ ദാസനെ ഈ ഗാനം ആലപിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. പരിശുദ്ധനായ ദൈവം നമ്മുടെ രക്ഷകനായതിനാ വിശ്വാസ പോർക്കളത്തിൽ ഓട്ടം തികച്ചിടാം. പരിശുദ്ധനായ ദൈവം നമ്മുടെ രക്ഷകനായതിനാ വിശ്വാസ പോർക്കളത്തിൽ ഓട്ടം തികച്ചിടാം. ഉല്ലാസഗാനങ്ങൾ പാടാം, ആരാധിച്ചാനന്ദിച്ചിടാം. സന്തോഷത്താൽ ഉള്ളം നിറഞ്ഞ് കർത്തനേശുവിൻ പാദത്തിലണയാം. ഉല്ലാസഗാനങ്ങൾ പാടാം, ആരാധിച്ചാനന്ദിച്ചിടാം. സന്തോഷത്താൽ ഉള്ളം നിറഞ്ഞ് കർത്തനേശുവിൻ പാദത്തിലണയാം. സർവശക്തനായ ദൈവം നമ്മെ നയിക്കുവാനുള്ളതിനാ ദുർഘടമേടുകളിൽ നിർഭയമായി വസിക്കാം. സർവശക്തനായ ദൈവം നമ്മെ നയിക്കുവാനുള്ളതിനാൽ ദുർഘടമേടുകളിൽ നിർഭയമായി വസിക്കാം. പച്ചവീഴ്ച കുറഞ്ഞ് നടത്തും, ദാഹം തീർക്കും ശക്തി പകരും. സ്വസ്ഥമായി ജീവിക്കുവാനും അവൻ നമ്മെ ശീലിപ്പിക്കും. പച്ചവീഴ്ച കുറഞ്ഞ് നടത്തും, ദാഹം തീർക്കും ശക്തി പകരും. സ്വസ്ഥമായി ജീവിക്കുവാനും അവൻ നമ്മെ ശീലിപ്പിക്കും. പരിശുദ്ധനായ ദൈവം നമ്മുടെ രക്ഷകനായതിനാ വിശ്വാസ പോർക്കളത്തിൽ ഓട്ടം തികച്ചിടാം. പരിശുദ്ധനായ ദൈവം നമ്മുടെ രക്ഷകനായതിനാ വിശ്വാസ പോർക്കളത്തിൽ ഓട്ടം തികച്ചിടാം.
സർവവ്യാപിയായ ദൈവം നമ്മുടെ സങ്കേതമായതിനാൽ എല്ലാ ദോഷങ്ങളും അകറ്റി അന്ത്യത്തോളം കാത്തുകൊള്ളും. സർവവ്യാപിയായ ദൈവം നമ്മുടെ സങ്കേതമായതിനാൽ എല്ലാ ദോഷങ്ങളും അകറ്റി അന്ത്യത്തോളം കാത്തുകൊള്ളും. നമ്മെ പേർ ചൊല്ലി വിളിച്ചവൻ, നമുക്കായി ക്രൂശിൽ മരിച്ചവൻ, നമ്മെ ചേർപ്പന്നേകി വരുന്നവൻ രാജാധിരാജനേശു. നമ്മെ പേർ ചൊല്ലി വിളിച്ചവൻ, നമുക്കായി ക്രൂശിൽ മരിച്ചവൻ, നമ്മെ ചേർപ്പന്നേകി വരുന്നവൻ രാജാധിരാജനേശു. ശുദ്ധനായ ദൈവം നമ്മുടെ രക്ഷകനായതിനാൽ വിശ്വാസപ്പോർക്കളത്തിൽ ഓട്ടം തികച്ചിടാം. പരിശുദ്ധനായ ദൈവം നമ്മുടെ രക്ഷകനായതിനാൽ വിശ്വാസപ്പോർക്കളത്തിൽ ഓട്ടം തികച്ചിടാം. ഉല്ലാസഗാനങ്ങൾ പാടാം, ആരാധിച്ചാനന്ദിച്ചിടാം, സന്തോഷത്താലുള്ളം നിറഞ്ഞ് കർത്തനേശുവിൻ പാദത്തിലണയാം. ഉല്ലാസഗാനങ്ങൾ പാടാം, ആരാധിച്ചാനന്ദിച്ചിടാം, സന്തോഷത്താലുള്ളം നിറഞ്ഞ് കർത്തനേശുവിൻ പാദത്തിലണയാം. താങ്ക് യു ജെയിംസ്. സന്തോഷത്തിൽ നിറഞ്ഞു തന്നെയാണ് ഇന്ന് രാത്രി ദിവസനത്തിൽ ഇരിക്കുന്നത്. മറ്റൊരു ഗാനം നാം കേൾക്കുന്നത്, ഞാൻ ആ ഗാനം ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ താതൻ അറിയാതെ, അവൻ അനുവദിക്കാതെ ഈ പാരിടത്തിൽ ജീവിതത്തിൽ ഒന്നും ഭവിക്കയില്ല. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 100 എപ്പിസോഡുകളിലെ അനേക അനുഭവങ്ങളിൽ പലപ്പോഴും അനേക തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാലാവസ്ഥയുടെ തടസ്സം, കറണ്ടിന്റെ തടസ്സം, ഒരുപാട് തടസ്സങ്ങൾ കടന്നു വന്നു. ഇന്ന് എങ്ങനെ മീറ്റിംഗ് നടക്കുമെന്ന് അറിഞ്ഞുകൂടാ. പലപ്പോഴും പലവിധമായ ബുദ്ധിമുട്ടുകൾ കടന്നു വന്ന സന്ദർഭങ്ങളുണ്ട്. അപ്പോഴെല്ലാം പെട്ടെന്ന് ഞാൻ ഫോണെടുത്ത് കർത്താവിന്റെ ദാസൻ മാംകുരേച്ചാനെ, റോയിച്ചാനെ വിളിക്കും. അദ്ദേഹം തരുന്ന ഒരു ശക്തി, ഒരു പിൻബലം, അത് വളരെ ശക്തമേറിയതാണ്. വല്ലാത്തൊരു ശക്തി എൻ്റെ മനസ്സിലുണ്ടാകും. അതോടുകൂടെ പ്രാർത്ഥിക്കും, ദൈവമേ അങ്ങ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ഇന്നത്തെ പ്രശ്നങ്ങളെല്ലാം, കാലാവസ്ഥയെല്ലാം അങ്ങ് ദൂരീകരിക്കും. ഏറ്റവും നല്ലൊരു കാലാവസ്ഥ, ഒരു ശാന്തത ഇന്ന് തരും. പ്രാർത്ഥനയോടെ ഞങ്ങൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ശുശ്രൂഷയിലേക്ക് ഇറങ്ങും. ഞാൻ ഈ പാട്ട് കേട്ടപ്പോൾ, കണ്ടപ്പോൾ അത് തന്നെയാണ് ഞാൻ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. നമ്മുടെ ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഈ കാൽവരിനാഥ മിനിസ്ട്രിയുടെ കഴിഞ്ഞ അനേക നാളുകളിൽ അനേക ഗാനങ്ങൾ, വളരെ സുന്ദരമായ നിലയിൽ അനേക ഗാനങ്ങൾ ആലപിച്ച കർത്താവിന്റെ ദാസൻ ബ്രദർ രാജു ജോർജ് ദോഹ ഇന്ന് രാത്രിയിലും ഈ ഗാനം ആലപിക്കുന്നു. കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ എല്ലാ ബഹുമാനത്തോടും കൂടെ ഈ ഗാനം ആലപിപ്പാൻ കർത്താവിന്റെ ദാസനെ പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. എന്റെ താതനറിയാതെ, അവനനുവദിക്കാതെ, എന്റെ താതനറിയാതെ, അവനനുവദിക്കാതെ ഈ പാരിടത്തിലെൻ ജീവിത
ഒന്നും ഭവിക്കയില്ല. ഈ പാരിടത്തിലൻ ജീവിതത്തിൽ ഒന്നും ഭവിക്കയില്ല. അലിവോടെ എന്നെ കരുതുന്നോ, അനുദിനമറിയുന്നോ. അലിവോടെ എന്നെ കരുതുന്നോ, അനുദിനമറിയുന്നോ. തിരുക്കൈകളാൽ തഴുകുന്നതാൽ, തിരുക്കൈകളാൽ തഴുകുന്നതാൽ മറുവെയിലടിയനു സുഖകരമാം എൻ്റെ താതനറിയാതെ, അവനനുവദിക്കാതെ, എൻ്റെ താതനറിയാതെ, അവനനുവദിക്കാതെ ഈ പാരിടത്തിലൻ ജീവിതത്തിൽ ഒന്നും ഭവിക്കയില്ല. ഈ പാരിടത്തിലൻ ജീവിതത്തിൽ ഒന്നും ഭവിക്കയില്ല. ബലഹീനനായി ഞാൻ തളരുമ്പോൾ, എൻ മനമുരുകുമ്പോൾ, ബലഹീനനായി ഞാൻ തളരുമ്പോൾ, എൻ മനമുരുകുമ്പോൾ, തകരാതെ ഞാൻ നിലനിന്നിടാൻ, തകരാതെ ഞാൻ നിലനിന്നിടാൻ തരുമവൻ കൃപയതുമതി ദിനവും എൻ്റെ താതനറിയാതെ, അവനനുവദിക്കാതെ, എൻ്റെ താതനറിയാതെ, അവനനുവദിക്കാതെ ഈ പാരിടത്തിലൻ ജീവിതത്തിൽ ഒന്നും ഭവിക്കയില്ല. ഈ പാരിടത്തിലൻ ജീവിതത്തിൽ ഒന്നും ഭവിക്കയില്ല. അറിയേണമവനെ അധികം ഞാൻ അതിനായി അനുവദിക്കും. അറിയേണമവനെ അധികം ഞാൻ അതിനായി അനുവദിക്കും. പ്രതികൂലവും മനോഭാരവും, പ്രതികൂലവും മനോഭാരവും, പ്രതിഫലമേകും
ഫലമരുളിടും അനവധിയായി എൻ്റെ താതനറിയാതെ അവനനുവദിക്കാതെ എൻ്റെ താതനറിയാതെ അവനനുവദിക്കാതെ ഈ പാരിടത്തിലൻ ജീവിതത്തിൽ ഒന്നും ഭവിക്കയില്ല. ഈ പാരിടത്തിലൻ ജീവിതത്തിൽ ഒന്നും ഭവിക്കയില്ല. ഈ പാരിടത്തിലൻ ജീവിതത്തിൽ ഒന്നും ഭവിക്കയില്ല. അതുതന്നെയാണ് ഇന്നത്തെ സാക്ഷ്യവും. ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി ദിവസനത്തിൽ അറിയിക്കുന്നു. വളരെ അനുഗ്രഹീതമായൊരു ഗാനം ആ നിലയിൽ കേൾക്കുവാൻ ദൈവം കൃപ ചെയ്തു. തുടർന്നും അനേക ഗാനങ്ങൾ കർത്താവ് നാമ മഹത്വത്തിന് വേണ്ടി പാടുവാൻ ദൈവം കർത്താവിൻ്റെ ദാസന് കൃപ നൽകട്ടെ. ദൈവനാമത്തിന് മഹത്വം. കർത്താവിൻ്റെ ദാസൻ ഫിലിപ്പ് കെ ആൻഡ്രൂസ് ഡാളസ് രചിച്ച മറ്റൊരു ഗാനമുണ്ട്. നിന്റെ മഹത്വമാണ് ഏക ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ യേശുവേ, നിന്റെ മഹിമയ്ക്കായി എൻ്റെ ജീവൻ ഇന്നും അർപ്പണം ചെയ്യുന്നേ. നീ വളരാൻ ഏഴയായ ഞാൻ കുറയുവാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. ഒരു സമർപ്പണത്തിൻ്റെ പ്രാർത്ഥനയുടെ ഒരു ഗാനം. നമ്മെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി വെച്ച് കർത്താവ് ഉയർന്നു നിൽക്കുവാൻ, ദൈവനാമം മഹത്വപ്പെടുവാൻ ഈ ഗാനത്തിലൂടെ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ അക്സാറ്റിയ സന്തോഷ് ഈ ഗാനം ആലപിക്കുന്നു. പ്രിയ മകളെ എല്ലാ ബഹുമാനത്തോടും കൂടെ പ്രാർത്ഥനയോടുകൂടെ ഗാനം ആലപിക്കാനായിട്ട് ക്ഷണിക്കുന്നു. നിന്റെ മഹത്വമാണേക ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ യേശുവേ, നിന്റെ മഹിമയ്ക്കായി എൻ്റെ ജീവൻ ഇന്നും അർപ്പണം ചെയ്യുന്നേ. നീ വളരാൻ ഏഴ കുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. നീ വളരാൻ ഏഴ കുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. സ്വയമുയർത്താൻ പേരു വളർത്താൻ ജഡമേറെ കൊതിക്കുമ്പോൾ മന്നിൻ മാനം നേടുവാനായി മനസ്സാകെ വെമ്പുമ്പോൾ കുരിശോളം താണദേവാ നിന്നെ മാത്രം ഞാൻ ധ്യാനിക്കും. കുരിശോളം താണദേവാ നിന്നെ മാത്രം ഞാൻ ധ്യാനിക്കും. നിന്റെ മഹത്വമാണേക ലക്ഷ്യം എൻ്റെ ജീവിതത്തിൽ യേശുവേ, നിന്റെ മഹിമയ്ക്കായി എൻ്റെ ജീവൻ ഇന്നും അർപ്പണം ചെയ്യുന്നേ. നീ വളരാൻ ഏഴ കുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. നീ വളരാൻ ഏഴ കുറയാൻ ക്രൂശിൻ
നിന്റെ ജീവിതത്തിൽ യേശുവേ, നിന്റെ മഹിമയ്ക്കായി എൻ്റെ ജീവൻ ഇന്നും അർപ്പണം ചെയ്യുമേ. നീ വളരാൻ ഏഴ കുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. നീ വളരാൻ ഏഴ കുറയാൻ ക്രൂശിൻ മറവിൽ ഞാൻ മറയട്ടെ. വളരെ അനുഗ്രഹീതമായ ഒരു ഗാനം കൂടെ പ്രിയമകളിൽ നിന്ന് കേൾക്കുവാനിടയായി. ഒരു ഗാനം കൂടെ ശ്രദ്ധിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലുണ്ട്. എൻ ജീവിതം സുഗന്ധമായി എന്ന് ആരംഭിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം. എൻ യേശുവിൻ മഹത്വമായി കോടാനുകോടി ദൂതർ വാഴ്ത്തിടും കർത്താതി കർത്തനൻ സ്വന്തമായി എന്ന് തുടങ്ങുന്ന വളരെ കർത്താവിൻ്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്ന അനുഗ്രഹീതമായ ഒരു ഗാനം കൂടെ കേട്ട് ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് നമുക്ക് തിരിയാം. ഈ ഗാനം കർത്താവിൻ്റെ ദാസൻ ജെയിംസ് കൊടുന്തർ അവറുകൾ ആലപിക്കും. നമ്മുടെ കാൽവരിനാഥൻ മിനിസ്ട്രിയുടെ കഴിഞ്ഞ 100 എപ്പിസോഡുകളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തവണ പങ്കെടുത്ത പല പ്രിയപ്പെട്ടവരിൽ ഒരു വ്യക്തി തന്നെയാണ് കർത്താവിൻ്റെ ദാസൻ. പ്രിയദാസൻ ഇന്ന് കടന്നു വന്ന് ഈ ഗാനങ്ങൾ ആലപിപ്പാൻ കാണിച്ച സന്മനസ്സിന് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രിയദാസൻ എല്ലാ ബഹുമാനത്തോടും കൂടെ ഗാനം ആലപിക്കാനായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അടുത്ത ഗാനത്തിന് മുമ്പ് 2 വാക്ക് പറയുവാനായിട്ട് ഞാൻ നിർബന്ധിതനാകുകയാണ്. കാൽവരിനാഥൻ മിനിസ്ട്രിയുടെ 100ാമത്തെ എപ്പിസോഡിൽ പ്രിയപ്പെട്ടവരോടൊത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുകയും ചെയ്യുകയാണ്. എൻ്റെ ജീവിതത്തിൽ മറക്കുവാൻ പാടില്ലാത്ത, ഒരു രീതിയിലും മറക്കുവാൻ പാടില്ലാത്ത ചില സഹോദരന്മാർ, അവരുടെ പ്രവർത്തനങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. അതിലെ 1-2 സഹോദരന്മാരാണ് പ്രിയ സന്തോഷ് കൊട്ടാരക്കര, അതുപോലെ തന്നെ പ്രിയ റോയിച്ചാൻ തിരുവനന്തപുരം. ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് അബുദാബിയിൽ നിന്നും ജോലി ഒക്കെയും രാജിവെച്ച് ഞാൻ നാട്ടിൽ വന്നപ്പോൾ കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരിക്കണമെന്ന് ഞാൻ അപ്രകാരം എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണമെന്നൊക്കെയും ഞാൻ ആഗ്രഹിച്ച് കർത്താവ് എനിക്ക് തന്ന താലന്തുകൾ കർത്താവിന് വേണ്ടി വിനിയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ, ആരാലും അങ്ങനെ പ്രത്യേകിച്ച് അറിയപ്പെടാതെ കുമ്പനാടും പരിസര പ്രദേശങ്ങളിലൊക്കെയും ആയിരുന്നപ്പോൾ എന്നെ ദൈവ മക്കളുടെ മുമ്പിൽ എന്നെ പരിചയപ്പെടുത്തി. ഞാനൊരു അഹങ്കാരമായിട്ട് പറയുകയല്ല, നമ്മുടെ ബ്രദറൻ സമൂഹത്തിൽ, അതുപോലെ തന്നെ പെന്തക്കോസ്ത് സമൂഹത്തിൽ ഒരു പരിചയമുള്ള ഒരു മുഖമാക്കി, അത് മാത്രമേ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. പരിചയമുള്ള ഒരു വ്യക്തിയാക്കി തീർത്ത 3-4 സഹോദരന്മാരിൽ പ്രധാനപ്പെട്ട 2 സഹോദരന്മാരാണ് പ്രിയ സന്തോഷും പ്രിയ റോയിച്ചാനും. അവരെ പരിചയപ്പെട്ടു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ സൂം മീറ്റിങ്ങിലൊക്കെയും വന്ന് പാടുവാനായിട്ട് അല്ലെങ്കിൽ അതിനുള്ള യോഗ്യത, കഴിവ് എനിക്കുണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, സഹോദരൻ ശുശ്രൂഷയ്ക്കായിട്ട് ഇറങ്ങി തിരിച്ചപ്പോൾ കർത്താവിൻ്റെ നാമം മാത്രം മഹത്വപ്പെടണം, അതുമാത്രം മതി, അതല്ലേ ഉദ്ദേശം എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ഒരുമിച്ച് ശുശ്രൂഷകളിലായിരിക്കാനായിട്ട് കർത്താവ് സഹായിക്കുന്നു. കാൽവരിനാഥൻ മിനിസ്ട്രിയെക്കുറിച്ച് ഞാൻ ഓർക്കുകയാണെങ്കിൽ എനിക്ക് പറയുവാനായിട്ടുള്ളത്, വളരെ സന്തോഷത്തോടുകൂടി പറയുവാനായിട്ടുള്ളത്, ഈ സൂം പ്ലാറ്റ്ഫോമിൽ അനേക പ്രിയപ്പെട്ടവരെ, ഗാനങ്ങൾ ആലപിക്കുന്ന, ദൈവവചനം സംസാരിക്കുന്ന, പ്രഘോഷിക്കുന്ന, ആരാലും അറിയപ്പെടാതെ കിടക്കുന്ന അനേക സഹോദരന്മാരെ ദൈവമക്കളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുവാൻ, അവരുടെ കഴിവിനെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉയർത്തി കാണിപ്പാൻ, അവരെ മറ്റുള്ള ശുശ്രൂഷകൾക്കായിട്ട് പ്രോത്സാഹിപ്പിച്ച് വിടുവാനൊക്കെയും കാൽവരിനാഥൻ മിനിസ്ട്രി, പ്രത്യേകിച്ച് പ്രിയ സന്തോഷ് കൊട്ടാരക്കര, പ്രിയ റോയിച്ചാൻ, അവരെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് ഞാൻ ഈ സമയത്ത് വളരെ സന്തോഷത്തോടുകൂടി ഓർക്കുകയാണ്. ചില ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവർ ഒറീസയുടെ ദേശത്തേക്ക്, പ്രിയ സന്തോഷ്, പ്രിയ റോയിച്ചാന്, അതുപോലെ തന്നെ തിരുവനന്തപുരത്തുള്ള
റോയിച്ചാനോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയ ഫിന്നി സഹോദരൻ, ഇവർ മൂന്ന്, പിന്നെ ഒന്ന് രണ്ട് മറ്റ് സഹോദരന്മാർ, എനിക്ക് അവരെ പേഴ്സണലായിട്ട് അറിയത്തില്ല. അവരൊന്നിച്ച് ഒറീസയുടെ ദേശത്തേക്ക് പോയി അവിടെ ഗ്രാമങ്ങളിൽ, കാരണം ഞാനിത് ഇത്ര ആധികാരികമായിട്ട് പറയുവാനായിട്ട് കാരണം പ്രിയ റോയിച്ചാനും ഞാനും ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് അവരുടെ യാത്രയെക്കുറിച്ച്, പ്രവർത്തനത്തെക്കുറിച്ച്, അവിടുത്തെ ആവശ്യങ്ങളെക്കുറിച്ചൊക്കെയും ഞങ്ങൾക്ക് ഷെയർ ചെയ്യുവാനായിട്ട് സാധിച്ചു. എത്രയോ അനുഗ്രഹമായ ശുശ്രൂഷ ചെയ്തിട്ടാണ് അവർ ചില ദിവസങ്ങൾ അവിടെ ചെന്ന് അവിടെയുള്ള പ്രിയപ്പെട്ടവരുടെ കഷ്ടതകൾ, അവർ കഷ്ടതയിൽ കൂടെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ, അതൊക്കെയും അവർക്ക് കാണുവാനും അവരോടൊത്ത് അതിൽ പ്രവർത്തിപ്പാനും സഹകരിപ്പാനും മടങ്ങി വരുവാനും കർത്താവ് സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ എന്നെ ശ്രവിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ ദേശങ്ങളിൽ ഈ പ്രിയപ്പെട്ടവരോടൊത്ത് ഒന്ന് നമുക്ക് ആർക്കെങ്കിലും ഒന്ന് പോയി സഹകരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് മനസ്സുണ്ടോ? ആ കാലാവസ്ഥയുടെ പ്രതിബന്ധങ്ങളിൽ ഈ കടന്നുപോയവർ 3 പേരും 4 പേരും 5 പേരോ, എനിക്ക് അറിയത്തില്ല എത്ര പേരാ പോയെന്ന്, അവർ ആരോഗ്യമായിട്ട്, അവരുടെ ശാരീരികമായിട്ട് വളരെ ആരോഗ്യമുള്ള പെർഫെക്റ്റായിട്ടുള്ള പ്രിയപ്പെട്ടവരല്ല. എന്നാൽ അവിടെ ചെന്ന കാലാവസ്ഥയിൽ, അവരുടെ ഭക്ഷണ രീതിയിൽ, അവരുടെ ആ സൗകര്യങ്ങളിൽ ഒക്കെയും അഡ്ജസ്റ്റ് ചെയ്ത് പ്രവർത്തിപ്പാനായിട്ട് കർത്താവ് സഹായിച്ചു. ആരെങ്കിലും, ഞാൻ എന്നോട് തന്നെ റോയിച്ചാനോട് സംസാരിച്ചതിന് ശേഷം ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, കാര്യങ്ങൾ കേൾക്കുവാനും സംസാരിപ്പാനും ഷെയർ ചെയ്യുവാനും ഒക്കെയും വളരെ താല്പര്യമാണ്. എന്നാൽ എനിക്ക് അവരോടൊപ്പം അവിടെ ഒന്ന് കടന്നുപോയി പ്രവർത്തിപ്പാനായിട്ട് അല്ലെങ്കിൽ പ്രവർത്തനത്തിൽ ഒന്ന് സഹകരിപ്പാനായിട്ട് എനിക്ക് മനസ്സുണ്ട്. അത് പോട്ടെ, പോകുന്ന കാര്യം പോട്ടെ, കാൽവരിനാഥ മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എത്ര പേർ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ സന്നിഹിതരായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രവർത്തിക്കുന്നവരെ ഓർത്ത് ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ അതെത്രയോ അനുഗ്രഹമാണ്. ഈ 2 കാര്യങ്ങളും പോട്ടെ, ഈ ദേശങ്ങളിൽ പോയി പ്രവർത്തിക്കുന്നതിന് പലവിധമായിട്ടുള്ള ആവശ്യങ്ങൾ, പ്രിയ റോയിച്ചാൻ കടന്നു വന്ന് എന്നോട് 1-2 കാര്യങ്ങൾ ഷെയർ ചെയ്യുകയുണ്ടായി. അവിടുത്തെ സഹോദരന്മാരുടെ ജീവിത രീതിയിൽ, അവരുടെ പ്രവർത്തന മേഖലയിൽ പല ആവശ്യങ്ങളുണ്ട്. പലതും ഞങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തു. അതിനൊരു കൈത്താങ്ങ് കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നു. നമ്മൾ എത്രയോ നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ നാം എന്തെല്ലാം കാര്യങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്നു, നാം ചിലവഴിക്കുന്നു, പാഴാക്കി കളയുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ഈ പ്ലാറ്റ്ഫോമിൽ കടന്നു വന്നിരിക്കുന്ന അനേകർ ദൈവനാമ മഹത്വത്തിനു വേണ്ടി കൊടുക്കുന്നവരും ചെലവഴിക്കുന്നവരും അകമഴിഞ്ഞ് സഹായിക്കുന്നവരുമാണ്. എന്നാൽ ഈ കാൽവറിനാഥ മിനിസ്ട്രിയിൽ, പ്രിയപ്പെട്ടവർ ചെയ്യുന്ന മിനിസ്ട്രിയിൽ പലവിധമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അതിലൊന്ന് കൈത്താങ്ങാകുവാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. ട്രാക്റ്റുകൾ, ബുക്ക്ലെറ്റുകൾ, അവിടെ ചെന്നിട്ടുള്ള ആവശ്യങ്ങൾ, അവിടെയുള്ള ദേവദാസന്മാരുടെ യാത്രാ സൗകര്യങ്ങൾ, അവർക്ക് ആവശ്യമായിട്ടുള്ള വാഹനങ്ങൾ, അങ്ങനെ പലവിധമായിട്ടുള്ള ആവശ്യങ്ങൾ അവർക്ക് പോയി നേരിട്ട് കണ്ട് മടങ്ങി വരുവാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ അധികമായിട്ട് സമയം ചിലവഴിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഈ മിനിസ്ട്രിയുടെ, കാൽവറിനാഥ മിനിസ്ട്രിയുടെ 100 എപ്പിസോഡുകൾ എത്രയോ അനുഗ്രഹമായിട്ട് നടന്നു. എത്രയോ പേരെ അവർ കൈക്ക് പിടിച്ച് മുൻപോട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നു, ദൈവമക്കളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് അവരുടെ കഴിവുകളെ ഞാൻ ഓർക്കുകയായിരുന്നു. ചില ആഴ്ചകൾക്ക് മുമ്പ് പ്രിയ റോയിച്ചാൻ എന്നോട് വചനം ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു. എനിക്കെന്ത് യോഗ്യത എന്ന് ചോദിച്ചപ്പോൾ പ്രിയ റോയിച്ചാൻ പറഞ്ഞു, ബ്രദറിന് അതിന് സാധിക്കും. ഞങ്ങൾ തമ്മിൽ ഒരു പ്രാവശ്യം അബുദാബിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ ടെലിഫോണിൽ കൂടെയുള്ള സംഭാഷണങ്ങൾ, ബന്ധം മാത്രമേ ഉള്ളൂ. ഒരു ഇളയ സഹോദരനേക്കാൾ ഉപരിയായി എന്നെ സ്നേഹിക്കുകയും അതിലുപരിയായിട്ട് ആത്മീക കാര്യങ്ങളിൽ എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജ്യേഷ്ഠ സഹോദരനായിട്ട് പ്രിയ സന്തോഷം. അങ്ങനെ തന്നെ സന്തോഷിനെ എനിക്ക് അഭിമാനിക്കാനുള്ളത്, സന്തോഷ് കുമ്പനാട്ടുകാരനാണ്, എൻ്റെ അയൽവക്കക്കാരനാണ്. ആ ഒരു സന്തോഷം എനിക്ക് ഇന്നുണ്ട്. പ്രിയ സന്തോഷ് എന്നെ പല കാര്യങ്ങളിൽ, ഞാൻ മൗനമായിട്ടിരിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ, ഞാൻ പാടുവാനായിട്ട് അങ്ങനെ അധികമായിട്ട് മുമ്പോട്ട് വരുവാനായിട്ട് ഞാൻ ഇടയാകാതെ, അല്ലെങ്കിൽ അതിനൊരു ഒരു സാഹചര്യം കണ്ടെത്താതെ ഞാൻ പുറകിലേക്ക് വലിഞ്ഞപ്പോൾ എന്നെ കരം പിടിച്ച് എന്നെ ബലപ്പെടുത്തി, പല സമയങ്ങളിൽ ഞാൻ വീണുപോയ സമയങ്ങളിൽ, തകർന്നുപോയ സമയങ്ങളിൽ എന്നെ കരം പിടിച്ച് ബലപ്പെടുത്തിയ ഒരു സഹോദരനാണ് പ്രിയ സന്തോഷ്. എനിക്ക് മറക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നോട് ഇന്ന് 2 ഗാനങ്ങൾ പാടണമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ പ്രവർത്തനങ്ങളെ, അവരുടെ ശുശ്രൂഷകളെ ഓർത്ത് നന്ദി കരയേറ്റുന്ന ഒരു പാട്ടാണ് ഞാൻ ആദ്യമേ പാടിയത്. പരിശുദ്ധനായ ദൈവം, അവൻ നമ്മുടെ രക്ഷകനാണ്. അവൻ നമ്മുടെ വിശ്വാസ പോർക്കളത്തിൽ ഓടുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ബലവും തരും. അതാണ് ഞാൻ ആദ്യമേ പാടിയത്. രണ്ടാമത് പാടുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഗാനം,
ഇന്ന് കർത്തൃസന്നിധിയിൽ വിശ്രമിക്കുന്ന JV പീറ്ററാൽ എഴുതപ്പെട്ട ഒരു ഗാനമാണ്, കർത്താവേ എൻ്റെ ജീവിതം അങ്ങയുടെ സന്നിധിയിൽ ഒരു സുഗന്ധമായി തീരണം. എൻ്റെ ജീവിതം അങ്ങയ്ക്ക് മഹത്വകരമായിട്ടുള്ളതായിരിക്കണം. എനിക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ, സന്ദർഭങ്ങൾ അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ജീവിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അങ്ങ് ഒരിക്കൽ ഞാൻ വരും. ആ നിത്യ തുറമുഖത്ത് ഞാൻ എത്തുമ്പോൾ ഞാൻ പാടിയിട്ടില്ലാത്ത പാട്ടുകൾ എനിക്ക് പാടുവാനായിട്ട് സാധിക്കും. കാരണം ഞാൻ അക്കരെ എത്തുമ്പോൾ ഈ പാരിലെ ദുഃഖം മറന്ന് പാടുവാനായിട്ട് എനിക്ക് സാധിക്കും. അവൻ മാറാത്തവനാണ്, അവൻ എൻ്റെ രക്ഷകനാണ്, എൻ്റെ പാറയാണ് എന്നുള്ളത് കാൽവരിനാഥ മിനിസ്ട്രിയുടെ പ്രിയപ്പെട്ടവരോട് ചേർന്ന് നമുക്ക് പറയാം, നമുക്ക് പാടാം. നമുക്കും അവർക്കൊരു കൈത്താങ്ങായിരിക്കാം, ഒരു ബലത്തിന് നമുക്കും അവരോടുകൂടി ആയിരിക്കാം. എനിക്കും ഇപ്രകാരം ഒരു സാഹചര്യം ലഭിച്ചതോർത്ത്, സന്ദർഭം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും എന്നെ ഇതിനായി ക്ഷണിച്ച പ്രിയപ്പെട്ടവരുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. എൻ ജീവിതം സുഗന്ധമായി, എൻ്റെ യേശുവിൻ മഹത്വമായി, കോടാനുകോടി ദൂതർ വാഴ്ത്തിടും, കർത്താദി കർത്താവൻ സ്വന്തമായി. കർത്താവിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ ജീവിതം സുഗന്ധമായി, എൻ യേശുവിൻ മഹത്വമായി. എൻ ജീവിതം സുഗന്ധമായി, എൻ യേശുവിൻ മഹത്വമായി. കോടാനുകോടി ദൂതർ വാഴ്ത്തിടും, കർത്താദി കർത്തനിൻ സ്വന്തമായി. കോടാനുകോടി ദൂതർ വാഴ്ത്തിടും, കർത്താദി കർത്തനിൻ സ്വന്തമായി. പുതുഗാനം എന്നിൽ നൽകിടും, അത്ഭുത സ്നേഹം തന്നവൻ. എൻ ജീവിതം സുഗന്ധമായി, എൻ യേശുവിൻ മഹത്വമായി. ജീവിതം സുഗന്ധമായി, എൻ യേശുവിൻ മഹത്വമായി. പാട്ടുകൾ നാം പാടിടും, പാരിൻ്റെ ദുഃഖം മറന്നിടും. പാടാത്ത പാട്ടുകൾ നാം പാടിടും, പാരിൻ്റെ ദുഃഖം മറന്നിടും. മാറാത്തവൻ എൻ പാറയവൻ, മാറ്റമില്ലാത്തവൻ ജീവിക്കുന്നു. മാറാത്തവൻ എൻ പാറയവൻ, മാറ്റമില്ലാത്തവൻ ജീവിക്കുന്നു. ജീവിതം സുഗന്ധമായി, എൻ യേശുവിൻ മഹത്വമായി. എൻ ജീവിതം സുഗന്ധമായി, എൻ യേശുവിൻ മഹത്വമായി. ക്രൂശിന്റെ സ്നേഹം നീ ഓർക്കുമോ? കാലങ്ങളേറെയുമില്ലിനി. ക്രൂശിന്റെ സ്നേഹം നീ ഓർക്കുമോ? കാലങ്ങളേറെയുമില്ലിനി. കൈകാലുകളാണികൾ തുളച്ചതോ, നിൻകടം വീട്ടിയൻ യേശുനാഥൻ. കൈകാലുകളാണികൾ തുളച്ചതോ, നിൻകടം വീട്ടിയൻ യേശുനാഥൻ. ജീവിതം സുഗന്ധമായി, എൻ യേശുവിൻ മഹത്വമായി. ജീവിതം സുഗന്ധമായി, എൻ യേശുവിൻ മഹത്വമായി. കോടാനുകോടി ദൂതർ വാഴ്ത്തിടും, കർത്താധി കർത്തനിൻ സ്വന്തമായി.
കോടാനുകോടി ദൂതർ വാഴ്ത്തിടുന്നു. കർത്താധികർത്തനൻ സ്വന്തമായി പുതുഗാനം എന്നിൽ നൽകിടും അത്ഭുത സ്നേഹം തന്നവൻ. എൻ ജീവിതം സുഗന്ധമായി എന്നേശുവിൻ മഹത്വമായി. ജീവിതം സുഗന്ധമായി എന്നേശുവിൻ മഹത്വമായി. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ അനുഗ്രഹീതമായ 4-5 ഗാനങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. പ്രിയദാസന്മാരെ ഓർത്ത്, പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മേലിലും അനേകം കർത്താവിന് വേണ്ടി പാടുവാൻ ദൈവം അവരെ ശക്തിപ്പെടുത്തട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഇനിയുള്ള അല്പസമയം ദൈവവചന ശുശ്രൂഷയുടെ മുമ്പിൽ നാം ആയിരിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ പ്രത്യാശയോടെയാണ് കർത്താവിൻ്റെ ദാസനെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ വിളിച്ചത്. എന്നാൽ കർത്താവിൻ്റെ വലിയ കൃപ അവിടെ ലഭിച്ച് കർത്താവിൻ്റെ ദാസനെ ലഭിക്കുവാനും ഈ ശുശ്രൂഷയ്ക്ക് താല്പര്യമായി കടന്നു വരുവാനും കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തി. എല്ലാ ബഹുമാനത്തോടും കർത്താവിൻ്റെ ദാസൻ തൻ്റെ വലിയ തിരക്കുകളുടെ മധ്യത്തിലാണെങ്കിൽ പോലും അല്പസമയം ചെലവഴിപ്പാൻ കർത്താവിൻ്റെ ദാസൻ കാണിച്ച ഈ സമയത്തിനായിട്ട് ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. എല്ലാ ബഹുമാനത്തോടും കർത്താവിൻ്റെ ദാസൻ ബിജു കണ്ണൻ അവറുകളെ ഈ സമയം കർത്താവിൻ്റെ വചന ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥനയോടെ ക്ഷണിക്കുന്നു. പ്രൈസ് ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം ഞാൻ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. പ്രിയ സന്തോഷ് ബ്രദറിനെ ഞാൻ കൊട്ടാരക്കര ക്യാമ്പിന് ചെന്ന നാൾ മുതൽ എനിക്കറിയാം. നല്ല ഒരു സഹോദരൻ, ഒരു പാവം, കർത്താവിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അന്നൊന്നും കാൽവറിനാഥമില്ല, പക്ഷെ ഒരു വലിയൊരു മനസ്സിന്റെ ഒരു മനുഷ്യനാണ്. ഒരു പാവം. എന്ത് വഴക്ക് പറഞ്ഞാലും എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിലും അതെല്ലാം തൃണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാനുള്ള ഒരു അഭിഷിക്തനായ ഒരു സഹോദരൻ. ആ പ്രിയപ്പെട്ടവന്റെ കൂടെ പ്രിയ മാമൻ ബ്രദറും ചേർന്ന് ഈ ശുശ്രൂഷയെ 100 എപ്പിസോഡാക്കാൻ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കാനൊക്കെ ഇടയാക്കിയതോർത്ത് ഞാനും ദൈവത്തെ സ്തുതിക്കുന്നു. 6 ഭാഷകളിലെ ഈ ശുശ്രൂഷ നടത്തപ്പെടുന്നു. 8 വിവിധ ശുശ്രൂഷകളായി ഇത് തുടരുന്നു എന്നൊക്കെ ഞാൻ കേട്ടപ്പോൾ വളരെയേറെ സന്തോഷിച്ചു. അങ്ങനെ വ്യത്യസ്ത നിലകളിൽ ഈ പ്രവർത്തനം പുരോഗമിക്കട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. 100-ൽ വന്ന് നിൽക്കുമ്പോൾ അടുത്ത 100-നെ കുറിച്ചല്ല നമ്മൾ കൂടുതലും ചിന്തിക്കുക. കഴിഞ്ഞുപോയ 100-ലേക്ക് എത്തിച്ച കാര്യങ്ങളാണ്. 1 to 100. അത് 100-ലേക്ക് ആവട്ടെ, കർത്താവ് സഹായിക്കട്ടെ. ഞാൻ ഇന്ന് രാത്രി ഒരു എൻകറേജിങ് ഒരു മെസ്സേജാണ് എൻ്റെ മനസ്സിൽ ദൈവം എനിക്ക് തന്നെ. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പ്രിയ സന്തോഷ് ബ്രദർ എന്നെ വിളിക്കുന്നത്. അപ്പൊ തന്നെ എനിക്ക് മെസ്സേജ് ദൈവം തന്നു. എനിക്ക് അതിനെ ഞാൻ പിന്നീട് വിശദീകരിക്കാനുണ്ടായത്. സോ ഐ വിൽ ബി ഗിവിങ് എ എൻകറേജിങ് മെസ്സേജ് നോട്ട് ഓൺലി ഫോർ കാൽവറിനാഥ മിനിസ്ട്രീസ്. കാൽവറിനാഥ മിനിസ്ട്രിക്ക് വേണ്ടി മാത്രമല്ല, ദൈവമക്കളാകുന്ന നമ്മളൊക്കെ വ്യത്യസ്ത നിലകളില് നമ്മൾ നിരാശയാണെന്നൊന്നും സമ്മതിക്കില്ല, മോശല്ലേ. വ്യത്യസ്ത നിലകളില് വി ആർ ഫ്രസ്ട്രേറ്റഡ് ഇൻ മെനി വേസ്. ഹെൽത്ത് വൈസ്, ഫിനാൻഷ്യലി, സ്പിരിച്വലി, ഫാമിലി, ചർച്ച്, പൊളിറ്റിക്കലി ഒക്കെ നമുക്ക് അസ്വസ്ഥതകളുണ്ട്. ഇതിനെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ നിരാശയിൽ കൂപ്പുകുത്തും. ഇറ്റ് വിൽ എഫക്റ്റ് അവർ ഫെയ്ത്ത്. നമ്മുടെ വിശ്വാസ ജീവിതത്തെ അത് ബാധിക്കും. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. നിരാശപ്പെട്ടോ, അതൊരു സുഖല്ലേ, അതെന്താന്നും കൂടെ അറിയണ്ടേ. പക്ഷെ അവിടുന്ന് എഴുന്നേൽക്കണം. We must awake from that situation. അപ്പോ ഇത്തരത്തിലുള്ള ഒരു എൻകറേജിങ് കൺസെപ്റ്റാണ് ഞാൻ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഫോർ ദാറ്റ് we will look into Nehemiah chapter 5 verse 19. നെഹമ്യാവിന്റെ പുസ്തകം
5-ാം അധ്യായം 19-ാമത്തെ വാക്യം. അപ്പൊ ഞാനൊരു തിയോളജിക്കൽ ലെവലിലേക്കൊന്നല്ല പോണേ, ഒരു ഡിവോഷണൽ, ഒരു തോട്ട് പ്രോസസ്സ്, ഒരു ചിന്താധാര ആയിട്ടുള്ള ചില ആശയങ്ങൾ നമുക്ക് ഒരുമിച്ച് ഈ വൈകിയ വേളയിൽ നമുക്ക് ചിന്തിക്കാം. നെഹമ്യാ 5:19 ഞാൻ വായിക്കാം. എന്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിനു വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായി ഓർക്കണമേ. ഞാൻ ഇംഗ്ലീഷും കൂടെ വായിക്കാം. റിമെമ്പർ മീ, ഓ മൈ ഗോഡ്, ഫോർ ഗുഡ്, അക്കോർഡിംഗ് ടു ഓൾ ദാറ്റ് ഐ ഹാവ് ഡൺ ഫോർ ദിസ് പീപ്പിൾ. ഈ വാക്യം നെഹമ്യാവിന്റെ ഒരു സംഭാഷണത്തിന്റെ ഉപസംഹാരമാണ്. എന്നാൽ ആ ഉപസംഹാരം സംസാരിച്ച ആളുകളോട്ടായിട്ടാണ് നമുക്ക് തോന്നുക 5-ന്റെ അവസാനിക്കുമ്പോൾ. പക്ഷെ ഇത് പറയുമ്പോൾ നെഹമ്യാവും ദൈവവും മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് അനുമാനിക്കാം. ഞാൻ അതിന്റെ പശ്ചാത്തലം ഞാൻ വിശദീകരിക്കാം. അതിനു മുൻപ് റിമെമ്പർ മീ എന്നുള്ള വാക്കാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തത്. എന്നെ ഓർക്കണമേ, റിമെമ്പർ മീ. ആ വാക്കിന് ഭയങ്കര ശക്തിയുണ്ട്. ഈ ഹിന്ദിയില് സ്മരൺ രഖ് എന്നാണ്, സ്മരൺ, എന്നെ സ്മരിക്കണേ. വേറൊരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ തിങ്ക് ഓഫ് മീ, എന്നെ ചിന്തിക്കണേ. ഇത് ആരാ പറയുന്നേ? നെഹമ്യാവ് ദൈവത്തോടെ പറയുന്നേ. യു ജസ്റ്റ് റിമെമ്പർ മീ ഓ ലോർഡ്, ജസ്റ്റ് തിങ്ക് ഓഫ് മീ, എന്നെ നീ ഓർക്കണമേ എന്നാ പറയുന്നത്. എന്തിനോർക്കണം, എന്തുകൊണ്ട് ഓർക്കണം, എപ്രകാരം ഓർക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഈ ആശയത്തിൽ നമുക്ക് കാണാം. ചാപ്റ്റർ 5 ആണല്ലോ നമ്മൾ തിങ്ക് ചെയ്യണേ. ഞാൻ 5-ാം അധ്യായത്തെ ഞാനൊന്ന് വിഭജിക്കാം പെട്ടെന്ന്. 5-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്കുകൾ ഫ്രം വേഴ്സസ് 1 to 5, 1 മുതൽ 5 വരെ ഒരു കരച്ചിലും നിലവിളിയുടെ ഒരു പോർഷനാണ്. യഹൂദന്മാരായ സ്ത്രീകൾ, പുരുഷന്മാർ യഹൂദന്മാരായവരോട് തന്നെ കരയുന്ന ഒരു രംഗം. എന്തിനാ അവര് കരയുന്നേ? കരയുന്നതിന്റെ കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. 2-ാം വാക്യം, ഞങ്ങൾ ഞങ്ങളുടെ പുത്രന്മാരും പുത്രിമാരുമായി പലരാക കൊണ്ട് ഉപജീവനത്തിന് വേണ്ടി ധാന്യം വേണ്ടിയിരിക്കുന്നു. 1-ാം വാക്യം, ജനം അവരുടെ ഭാര്യമാരും യഹൂദന്മാരായ തങ്ങളുടെ സഹോദരന്മാരെ നേരെ വലിയ നിലവിളി കൂട്ടി. ഞാൻ വിശദീകരിക്കാം. സോ ഇറ്റ് വാസ് എ ക്രൈ, വലിയൊരു നിലവിളിയാ. എന്തിനാ? ഉപജീവിക്കാൻ മാർഗമില്ല, ജീവിക്കാൻ നിവൃത്തിയില്ല. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ നിലവിളിക്കുക. നമ്മളും ഈ നിലവിളിയിൽ വരും കേട്ടോ. ഞാൻ താഴേക്ക് വരാം. ഈ നിലവിളിക്കുന്നതിന്റെ കാരണം, ഒന്ന്, അവരുടെ മുന്തിരിത്തോട്ടങ്ങൾ, അവരുടേതായിരിക്കുന്ന ഒലിവ് തോട്ടങ്ങൾ, വീടുകൾ പണയം വെച്ചിരിക്കുകയാണ്, പലിശയ്ക്ക് വെച്ചിരിക്കുകയാണ് ഭക്ഷണം കഴിക്കാനേ. ഇതും പോരാഞ്ഞ് സ്വന്തം മക്കളെ അടിമകളായി വിൽക്കേണ്ട സ്ഥിതി ഇപ്പൊ വന്നിരിക്കുകയാണ്. പ്രവാസത്തിൽ നിന്ന് അവർ വന്നു, പക്ഷെ ജീവിതത്തിൽ ഒരു പുരോഗതിയില്ല. ഈ നിലവിളി നെഹമ്യാവ് കേൾക്കുകയാണ്. നെഹമ്യാവ് കേട്ടപ്പോ നെഹമ്യാവിന് കോപം വന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. നാം ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. നെഹമ്യാവിന് കോപം വന്നു. നെഹമ്യാവിന് കോപം വന്നിട്ട് നെഹമ്യാവ് കൗൺസിൽ ചെയ്യുന്ന ഭാഗമാണ് അതിന്റെ 2-ാം ഭാഗം, ഫ്രം 6 to 19, 6 മുതൽ 19 വരെ. നെഹമ്യാവ് ഈ പലിശയ്ക്ക് വാങ്ങിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ പലിശയ്ക്ക് അവരുടെ വസ്തുക്കൾ വാങ്ങിച്ചിരിക്കുന്നവരോട് കൗൺസിൽ ചെയ്യുന്ന ഒരു രംഗമാണ് കാണുന്നത്. അത് 2 ഭാഗമായിട്ടാണ് കൗൺസിലിങ്ങിനെ നമുക്ക് കാണാം. 6 മുതൽ 12 വരെ ഒരു ശാസനയും അതിനൊരു പരിഹാര മാർഗവും പറയുന്നു. 13 മുതൽ 19 വരെ ഒരു സാക്ഷ്യമാണ്. ഹൂ ആം ഐ? ഈ വിഷയത്തിൽ ഞാൻ കഴിഞ്ഞ നാളുകളിൽ എടുത്ത തീരുമാനങ്ങളും എൻ്റെ ജീവിത ശൈലിയും എങ്ങനെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 2 കാര്യങ്ങളിലൂടെയാണ്
ഈ വിഷയത്തിനൊരു പരിഹാരം നെഹമ്യാവ് കാണുന്നു. നെഹമ്യാവിന്റെ ഇതുവരെയുള്ള ഐഡന്റിറ്റി നമ്മൾ ചിന്തിച്ചാൽ നെഹമ്യാവ് ഒരു കബ്ബേററാണ്, പാനപാത്രവാഹകനാണ്, ഒരു പ്രാർത്ഥന മനുഷ്യനാണ്, ഒരു കോർഡിനേറ്ററാണ്, ഒരു യോദ്ധാവാണ്, ഒരു വാരിയറാണ്, ഒരു കൗൺസിലറാണ്, ഇപ്പോൾ ഒരു ഗവർണറാണ്. ഇത്രയും തസ്തികകൾ കൈകാര്യം ചെയ്ത ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ കൗൺസിൽ ചെയ്യാണ്. ആ കൗൺസിലിംഗ് എന്നുള്ള വേർഡ് ഞാൻ ഉപയോഗിക്കുന്നത്, ഞാൻ കൂടുതലും ഈ കൗൺസിലിംഗ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ടാണ് ആ വേർഡ് ഞാൻ യൂസ് ചെയ്തത്, കൗൺസിൽ ചെയ്യാൻ. അപ്പൊ അതില് ആദ്യത്തെ സ്കോൾഡിങ്ങിലേക്ക് ഞാനൊന്നും പോകുന്നില്ല. നമുക്ക് ഈ വഴക്ക് പറയുന്നൊന്നും നമുക്ക് ഇഷ്ടമല്ലല്ലോ. അപ്പോ 2 കാര്യമാണ് നെഹമ്യാവ് പറയുന്നത്. ഒന്ന്, നിങ്ങൾ ആ പലിശയ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് തിരിച്ചു കൊടുക്കുക. അവരുടെ വീടും അവരുടെ മുന്തിരിത്തോട്ടവും ഒലിവ് തോട്ടവും അത് ഇന്ന് തന്നെ നിങ്ങൾ തിരിച്ചു കൊടുക്കണം. കാരണം നമ്മുടെ മക്കളെ ജാതികളുടെ അടുക്കിലേക്ക് വിറ്റ് കളഞ്ഞപ്പോൾ നമ്മളാൽ ആവോളം അവരെ വീണ്ടെടുക്കാൻ നമ്മൾ ശ്രമിച്ചു. നമ്മൾ നമ്മുടെ ഇടയിൽ തന്നെ ഇങ്ങനെ ചെയ്യരുത്, അതുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു. അവിടെ അത്ഭുതം എന്ന് പറയുന്നത്, അവര് തിരിച്ചു കൊടുത്തു. ഞങ്ങൾക്ക് ഇനി അത് വേണ്ടാന്ന് പറഞ്ഞു. അവര് തിരിച്ചു കൊടുത്തു. അവരുടെ ആ നെഹമ്യാവിന്റെ വാക്കിന്റെ ശക്തി നോക്കിക്കേ. അവരെ തിരിച്ചു കൊടുത്തു. എന്നിട്ട് ഈ പലിശ കൊടുത്തവർക്ക് നഷ്ടം വരരുതല്ലോ. അപ്പൊ പറഞ്ഞു 100% വീതം എണ്ണ, വീഞ്ഞ് മുതലായവയ്ക്ക് നിങ്ങൾ കണക്ക് പറഞ്ഞോ, അത്രയും മതി, അധികം ഒന്നും മേടിക്കണ്ട, ഭാരം അരുത് എന്ന് പറഞ്ഞ് 2 കൂട്ടർക്കും ഒരു പരിഹാരം നെഹമ്യാവ് അവിടെ ചെയ്തു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മുടെ വിഷയം നെഹമ്യാവിന്റെ സാക്ഷ്യമാണ്. അതിലാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. 13 മുതൽ 19 വരെ നെഹമ്യാവ് പറയുന്ന ചില വാചകങ്ങളുണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും ആളുകളെ ഉപദേശിക്കുകയും ആളുകളോട് പറയുകയും ചെയ്യുമ്പോൾ നമ്മള് അട്ടർ ഫെയിലിയറാ. നമ്മുടെ പേഴ്സണൽ ലൈഫും ഫെയിലിയറാ, നമുക്ക് പ്രയർ ലൈഫ് ഇല്ല, നമുക്ക് ബൈബിൾ റീഡിങ് ഇല്ല, നമുക്ക് ചർച്ച് ഗോയിങ് ഇല്ല. അങ്ങനത്തെ ഒരു ലൈഫിലും നമ്മൾ പല ആളുകളെയും എൻകറേജ് ചെയ്യാറുണ്ട്. ആളുകൾ എൻകറേജ് ചെയ്യപ്പെടാറുമുണ്ട്. അത് നമ്മുടെ കഴിവല്ല, അത് വചനത്തിന്റെ ഒരു ശക്തിയാണ്. പക്ഷെ നെഹമ്യാവ് അങ്ങനെയല്ല. നെഹമ്യാവ് ഇതെല്ലാം അവരെ സ്കോൾഡ് ചെയ്യുമ്പോഴും നെഹമ്യാവ് പറയുന്ന ചില വാക്കുകളുണ്ട്. ഞാൻ ആ വാക്കുകള് ഞാൻ പറയാം, എന്നിട്ട് ആ വാക്യം നമുക്ക് വായിക്കാം. ഒന്ന്, നെഹമ്യാവ് പറയാണ്, ഞാനൊരു ദേശാധിപതിയാണ്. ഐ എം എ ഗവർണർ. 12 വർഷമായി ഞാൻ ഗവർണറായിട്ട് ജോലി ചെയ്യും. ഞാന് ശമ്പളമൊന്നും വാങ്ങിക്കാറില്ല. എന്താ കാരണം എന്നറിയാമോ? ഗവർണറിന് ശമ്പളം കിട്ടുന്നത് ഇസ്രായേൽ മക്കളിൽ നിന്ന് തന്നെയാ. ടാക്സ് പിരിച്ചിട്ട് വേണം ഗവർണറിന് കൊടുക്കാൻ. പക്ഷെ അധിക ഭാരം ഞാൻ വരുത്തരുതെന്ന് കരുതി എനിക്ക് ശമ്പളം വേണ്ട. തമിഴ്നാട്ടിലെ ജയലളിത 1 രൂപയാ സാലറി വാങ്ങിച്ചിരുന്നത്. അത് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഒക്കെ ആണെങ്കിലും ഞാൻ ആ മൈൻഡാണ് ഞാൻ പറയുന്നത്. ഗവർണർ പറയാണ്, എനിക്ക് ശമ്പളം വേണ്ട, എനിക്ക് വേണ്ട. പിന്നെ പറയാ, എന്റെ ഫോക്കസ് മതില് പണിയുന്നതിലാണ്. എന്റെ ഒരു കാര്യത്തിലും എനിക്ക് ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ്. മൈ ഫോക്കസ് ഈസ് ഓൺ ദ കൺസ്ട്രക്ഷൻ ഓഫ് വാൾ. ഞാൻ ഒരു നിലവും ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇതെല്ലാം അതിലുണ്ട്. 14-16 വാക്യങ്ങളിൽ നിന്നാ ഞാൻ ഇതൊക്കെ പറയുന്നത്. ഞാൻ ഒരു നിലവും വാങ്ങിച്ചിട്ടില്ല. അടുത്ത ഭാഗമാണ് എന്നെ ചിന്തിപ്പിച്ചത്. എന്റെ മേശയിങ്കൽ ദിനേനെ 150 പേര് ഭക്ഷണം കഴിക്കാനുണ്ടാവും. അത് യഹൂദ പ്രമാണികൾ കാണും, ജാതികളിൽ നിന്ന് ചിലര് എന്നെ കാണാൻ വരുമ്പോ അവരും കാണും. ഒരു കാള ഒരു ദിവസം ഞാൻ അറക്കും. 6 വിശേഷപ്പെട്ട ആടിനെ ഞാൻ അറക്കും. പക്ഷികളെ പാകം ചെയ്യും. പിന്നെ 10 ദിവസം കൂടുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള വീഞ്ഞുകൾ വേണം. കാരണം പുള്ളി ഒരു ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരാളല്ലേ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ? ഇത്ര ഭക്ഷണത്തിന് ചെലവുണ്ട് എന്റെ വീട്ടില്, പക്ഷെ ഞാൻ ശമ്പളം വാങ്ങിക്കാറില്ല. റീസൺ അവിടെ എഴുതിയിട്ടുണ്ട്. അവിടെ ആ ഒരു വാക്കുണ്ട്, ജനം പാടുപെടുന്നത് കഠിനമായിരുന്നതിനാൽ. 5-ന്റെ 18 വാക്യമാണ്.
എനിക്ക് ഒരു ദിവസത്തേക്ക് ഒരു കാളയെയും വിശേഷമായ 6 ആടിനെയും പാകം ചെയ്യും, പക്ഷികളെയും പാകം ചെയ്യും. 10 ദിവസത്തിൽ ഒരിക്കൽ സകലവിധ വീഞ്ഞും ധാരാളം കൊണ്ടുവരും. ഇങ്ങനെയൊക്കെയും വേണ്ടിയിരുന്നിട്ടും ഈ ജനം പെടുന്ന പാട് കഠിനമായിരുന്നതിനാൽ ദേശാധിപതിക്കുള്ള അഹോവൃത്തി ഞാൻ ആവശ്യപ്പെട്ടില്ല. ഒരൊറ്റ ഫാക്ടർ, ജനങ്ങൾ കഷ്ടപ്പാടിലാ ജീവിക്കണേ, എനിക്ക് ശമ്പളം വേണ്ട. അപ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ ധാരാളം ചെലവുകളുണ്ട്, അത് ഞാൻ നടത്തുന്നു. ഇത് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ കണ്ടം ഇടറി കാണും. നെഹമ്യാവ് ഒരു ഇമോഷണൽ ബീങ് ആ. പെട്ടെന്ന് കരയോള്. മതിലിന്റെ പണി എന്തായെന്ന് ചോദിച്ച വഴിക്ക് പുള്ളി കരഞ്ഞു. അങ്ങനെ ഒരു മനുഷ്യന് ഇത് പറയുമ്പോൾ കരയും. ഞാന് പ്രിയ സന്തോഷ് ബ്രദറും മാമൻ ബ്രദറും ഒക്കെ ശുശ്രൂഷ നടത്തുമ്പോ നിരവധി തടസ്സങ്ങളും സാമ്പത്തിക ചെലവുകളും ഇതൊക്കെ വരും. ഇതെല്ലാം വരുമ്പോ ദൈവം നടത്തുമ്പോൾ അത് പറയുമ്പോഴുള്ള ഒരു കണ്ണു നിറയിലുണ്ട്. അതാണ് ഈ സാധനം. നെഹമ്യാവ് ഇത് ഓർക്കുകയാണ്. വീട്ടില് ആളുകള് എൻ്റെ വീട്ടിൽ വരുമ്പോൾ ആഹാരമില്ലാതിരിക്കരുത്. ആഹാരമില്ലാതിരുന്നാൽ അതെനിക്ക് ലജ്ജയാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടാ 19 നെഹമ്യാവ് പറയുന്നത് ആ വാക്യം നമ്മൾ പ്രാരംഭത്തിൽ വായിച്ചത്. എൻ്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായി ഓർക്കണമേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ കർത്താവേ, ഞാൻ ചെയ്തതൊന്നും പാഴായി പോവല്ലേ, ഞാൻ ചെയ്തതൊന്നും വൃഥാവാകല്ലേ നാഥാ. ഞാൻ ഒരുപാട് അധ്വാനിക്കുന്നു, നിന്റെ നാമമഹത്വത്തിനായി ഞാൻ പ്രയാസപ്പെടുന്നു, കഷ്ടപ്പെടുന്നു. എനിക്കൊന്നും ഉണ്ടായിട്ടല്ല, എനിക്ക് അതിനുള്ള പ്രാപ്തിയില്ല, ഞാൻ ബലഹീനനാണ്, എനിക്ക് അറിവില്ല, എനിക്ക് കഴിവില്ല, ഞാൻ നിസ്സഹായനാണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, ഒന്നും വേസ്റ്റ് ആവല്ലേ നാഥ. സിമ്പിൾ. ഞാന് ശമ്പളം വേണ്ടാന്ന് പറഞ്ഞു, നില എനിക്കില്ല, എൻ്റെ ഫോക്കസ് മൊത്തം മതിലാണ്, എൻ്റെ വീട്ടിൽ ഒരുപാട് ആൾക്കാർ വരുന്നു, ജനം കഷ്ടപ്പെടുന്നു. കർത്താവേ, ഞാൻ ചെയ്തത് വൃഥാവാകില്ലേ. രണ്ടാമത്തത് റിമെമ്പർ മീ എന്ന് പറയുമ്പോൾ, ഞാൻ ഒന്നുമില്ലാത്തവനാവല്ലേ കർത്താവേ. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ പണത്തിന് പണം വേണം, വസ്തുവിന് വസ്തു വേണം, ആരോഗ്യത്തിന് ആരോഗ്യം വേണം. എന്നാൽ ഞാൻ ഒന്നുമില്ലാത്തവനായി, ഒരു ദരിദ്രനായി, കർത്താവെ എൻ്റെ ഡിസിഷൻ ഞാൻ എടുത്തത് കൊണ്ട് അങ്ങനെയാകല്ലേ. റിമെമ്പർ മീ ഓ ഗോഡ്, റിമെമ്പർ മീ. ഇത് യഹൂദ പ്രമാണികളോടല്ല പറയുന്നേ, ദൈവത്തോടാണ് പറയുന്നത്. നമ്മൾ ദൈവത്തോട് പലപ്പോഴും തുറന്ന് പ്രാർത്ഥിക്കില്ല. ദൈവം എന്ത് വിചാരിക്കുന്ന നമ്മൾ ചിന്തിക്കണേ. നമ്മുടെ ആഗ്രഹം നമുക്ക് നല്ലൊരു, ഫോർ എക്സാമ്പിൾ ആയി പറയണേ, നമ്മുടെ ആഗ്രഹം നമുക്ക് നല്ലൊരു ഫോൺ വേണമെന്നാ. അപ്പൊ നമ്മള് പക്ഷെ നമ്മൾ കർത്താവിനോട് പറയില്ല. കാരണം കർത്താവ് എന്ത് ചിന്തിച്ചാലോ, ഇവന്റെ മനസ്സിലിരിപ്പ് ഇതാണോ എന്ന് ചിന്തിച്ചാലോ എന്ന് വിചാരിച്ച് നമ്മൾ പറയില്ല. എന്തിനാ അങ്ങനെ പറയുന്നേ? കർത്താവിനോടല്ലേ പറയണ്ടേ. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അവനോട് അറിയിക്കുക, അത്രേ വേണ്ട. നെഹമ്യാവ് അവന്റെ ഉള്ളിലെ ഗദ്ഗതം, അവന്റെ ഉള്ളിലെ അഗ്രോണിങ് ഈസ് പ്രസന്റിങ് ടു ഹിസ് ലോർഡ്. അവന്റെ ദൈവത്തോട് അവൻ അത് സമർപ്പിക്കുകയാണ്. പിന്നെ അവൻ പറയാണ്, എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണം. എന്റെ ദൈവമേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി ചെയ്തതൊക്കെയും എനിക്ക് നന്മയ്ക്കായി ഓർക്കണമേ. യു ബ്ലസ് മീ ഓ ഗോഡ്, യു ബ്ലസ് മീ. 3 കാര്യങ്ങളാണ്. ഞാൻ ചെയ്തത് വൃഥാവാക്കല്ലേ, ഞാൻ ഒന്നുമില്ലാത്തവനാകില്ലേ, എന്നെ അനുഗ്രഹിക്കണമേ നാഥാ. റിമെമ്പർ മീ ഓ ഗോഡ്. നമ്മള് പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോ നമ്മള് ഒഴിഞ്ഞ കൈകളായിട്ടാണ് നമ്മൾ വരണേ. പക്ഷെ ഈ ആശയത്തിൽ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ നിറഞ്ഞ കൈയോടുകൂടെ വാ,
ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 100 എപ്പിസോഡ് കാൽവറിനാഥൻ മിനിസ്ട്രി ചെയ്തത് ഒരു നിറഞ്ഞ കയ്യാ. നിങ്ങൾക്ക് ധൈര്യത്തോടെ ദൈവത്തോട് പറയാം, ഞങ്ങളെ ഓർക്കണം കർത്താവേ, റിമെമ്പർ അസ് ഓ ലോർഡ്, നിറഞ്ഞ കയ്യോടുകൂടെ. നമ്മള് ദൈവത്തിന് വേണ്ടി ചെയ്തിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു ധൈര്യമുണ്ട്. ഈ റിമെമ്പർ മീ എന്നുള്ള വാക്ക് പലയിടങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാനൊന്ന് പറയുകയാണെങ്കിൽ, യോസെഫ് കാരാഗ്രഹത്തിൽ വെച്ച് പറഞ്ഞു, നീ നിന്റെ സ്ഥാനത്ത് നീ വരുമ്പോൾ നീ എന്നെ ഓർക്കണം. ഉൽപ്പത്തി 40:14. ഞാനതൊന്ന് വായിച്ചു പോവാം. ജനസിസ് 40:14. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്ന് വിടുവിക്കണമേ. എന്നെ ഓർക്കണം. നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർക്കണം. റിമെമ്പർ മീ. മറ്റൊന്ന് ലൂക്കോസ് 23:42 ക്രൂശില് കള്ളം കെടുക്കുമ്പോ കർത്താവിനോട് പറഞ്ഞതാ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം. റിമെമ്പർ മീ. ഞാൻ ഇതുവരെ ഈ ക്രൂശിൽ വരുന്നത് വരെ കള്ളനായിട്ടാണ് ഞാൻ ജീവിച്ചേ. പക്ഷെ ക്രൂശിൽ കിടന്നുകൊണ്ട് നീ ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റ് റിമെമ്പർ മീ. കള്ളന് അത് പറയാനുണ്ട്. ഹിസ്കിയാ രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചപ്പോൾ നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക. അവൻ പറഞ്ഞു, എന്നെ നീ ഓർക്കണമേ, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തത് നീ ഓർക്കണമേ. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തെല്ലാം കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ? ഒരു പാത്രം തണ്ണീർ എങ്കിലും നമ്മൾ കൊടുത്തിട്ടുണ്ടോ? ലോർഡ് വിൽ റിമെമ്പർ യു. ലോർഡ് വിൽ റിമെമ്പർ യു. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള നമുക്ക് റൈറ്റ് ഉണ്ട്. ലോർഡ്, യു ജസ്റ്റ് റിമെമ്പർ മീ. ലോർഡ് റിമെമ്പർ മീ. ഞാനിവിടെ ഇത് പറയുമ്പോൾ യേശു കർത്താവ് ക്രൂശിൽ കിടക്കുന്ന സമയത്ത് പറഞ്ഞ വാക്കുകളിൽ ഒന്നാണ്, മൈ ഗോഡ്, മൈ ഗോഡ്, വൈ ഹാവ് യു ഫോർസേക്കൻ മീ. അവിടെ ഓർക്കണം എന്നല്ല പറഞ്ഞേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്. പുത്രനെ ഓർക്കേണ്ട സമയത്ത് പിതാവ് ഓർത്തില്ല. ആ ഓർക്കായിക നമ്മളെ ഓർക്കുന്നതിന് വേണ്ടിയാണ്. Remember us. പുത്രനെ കൈവിട്ടതുപോലെ നമ്മളെ കൈവിടില്ല. ഇറ്റ് വാസ് നെസസറി ഫോർ അവർ സാൽവേഷൻ. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും ഈ യേശുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ കർത്താവിനെ നിങ്ങൾ തിരിച്ചറിയണം. ഈ കർത്താവിനെ നിങ്ങൾ ഓർക്കുക. പുത്രനെ കൈവിട്ടത് നിങ്ങളെ ഓർക്കാനാണ്. യേശുവിനെ രക്ഷകനും നാഥനും ദൈവവുമായി നിങ്ങൾ സ്വീകരിക്കുമ്പോൾ പാപത്തിന് പരിഹാരമുണ്ടാകുകയും അതുമൂലം ദൈവത്തെ ഓർക്കുവാൻ, ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കും. ജീവിതത്തിന്റെ ഏതെല്ലാ മേഖലകളിലൂടെ പോയാലും നിരാശ, ഇല്ലായ്മ, ദാരിദ്ര്യം, രോഗം മുതലായവയിൽ കടന്നു പോകുമ്പോഴും എന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ടെന്നുള്ള ആത്മധൈര്യം നമുക്കുണ്ടാകും. അവസാനമായി ഞാനിങ്ങനെ അവസാനിപ്പിക്കട്ടെ. മലാക്കി പുസ്തകത്തില് നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. മലാക്കി 3:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം നമ്മളെ ഓർക്കുമ്പോൾ ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി അവിടെ എഴുതിയിട്ടുണ്ട്. മലാക്കി 3:16-17. യഹോവ ഭക്തന്മാർ അന്ന് തമ്മിൽ സംസാരിച്ചു. യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. യഹോവ ഭക്തന്മാർക്കും അവന്റെ നാമത്തെ സ്മരിക്കുന്നവർക്കും, റിമംബ്രൻസ് ആണ് വേണ്ടി അവന്റെ സന്നിധിയിൽ ഒരു സ്മരണ പുസ്തകം എഴുതി വച്ചിരിക്കുന്നു. നമ്മൾ ദൈവത്തെ ഓർക്കുകയും ദൈവത്തിന് വേണ്ടി ചെയ്യുകയും ചെയ്യുന്നത് റെക്കോർഡിക്കലാണ്. അത് എഴുതി വച്ചിരിക്കുക. ആരാണെങ്കിലും ഇറ്റ് ഇസ് റെക്കോർഡ്. എന്തിനാണെന്നറിയാമോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഉണ്ടാക്കുവാനുള്ള ദിവസത്തിൽ
അവർ എനിക്കൊരു നിക്ഷേപമായിരിക്കുമെന്ന് സൈന്യങ്ങൾ യഹോവ അരുളി ചെയ്യുന്നു. ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ അവരെ ആദരിക്കും. Why he's recording everything? To honor us. Honor us. ഇന്ന് ഈ ഭൂമിയിൽ പ്രത്യക്ഷത്തിൽ ലോക മനുഷ്യർ എക്സ്പെക്ട് ചെയ്യുന്നത് പോലെ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ വെറും പൊട്ടന്മാരായിരിക്കും, നമ്മൾ വെറും എംപ്റ്റി ഹാൻഡഡ് ആയിരിക്കും. പക്ഷെ നസറേനായ യേശു ക്രിസ്തുവിന് വേണ്ടി അവനെ ഓർത്ത് നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഈ കർത്താവ് ഓർക്കുന്നുണ്ട്. ആ യാത്രയിൽ നമുക്ക് ദൈവത്തോട് പറയാം, എന്നെ ഓർക്കണം കർത്താവ്, യു ജസ്റ്റ് റിമെമ്പർ മീ, നീ എന്നെ ഓർക്കണം. എന്തുമാവട്ടെ, ശിംശോൻ അവസാനം 2 തൂണും പിടിച്ചു നിൽക്കുക, കണ്ണൊന്നുമില്ല. അവന്റെ ഒരു പ്രാർത്ഥനയുണ്ട്, എന്നെ ഓർക്കണ ദൈവമേ. ജീവിതത്തിൽ പരാജയപ്പെട്ട മനുഷ്യനെ ഞാൻ, തകർന്ന് തരിപ്പണായ മനുഷ്യൻ, ഒരു പ്രാവശ്യം എന്നെ ഒന്ന് ഓർക്കണേ. ദൈവം ഓർത്തു. അതാണ് നമ്മൾ അവിടെ കാണുന്നത്. അതുകൊണ്ട് നാം വിശ്വസിക്കുന്ന ഈ ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ വൈൽ അവനോട് പറയാ, എന്നെ ഓർക്ക് കർത്താവേ, ജസ്റ്റ് റിമെമ്പർ മീ, എന്നെ ഓർക്കണേ. അവനെ ഓർത്ത് ഈ ഭൂമിയിൽ അവന്റെ വേല, അവന്റെ പ്രവൃത്തി ചെയ്യാവുന്ന നിലകളിലൊക്കെ നമുക്ക് ചെയ്യാം. പ്രിയ കാൽവറിനാഥം മിനിസ്ട്രീസിന് എല്ലാവിധ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിലും ദൈവം നിങ്ങൾക്ക് നൽകിയ കാഴ്ചപ്പാടനുസരിച്ച് മുന്നോട്ട് പോകാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ ഓർക്കും, ദൈവം നിങ്ങളെ ആദരിക്കും. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എനിക്കിങ്ങനെ ഒരു ശുശ്രൂഷ നൽകുവാൻ ദൈവം നിങ്ങൾക്ക് നൽകിയ പ്രേരണയ്ക്കും എന്നെ ഇൻവൈറ്റ് ചെയ്തതിനും എല്ലാ മഹത്വവും ദൈവത്തോട് അർപ്പിക്കുന്നതോടൊപ്പം എല്ലാവർക്കും എൻ്റെ സ്നേഹവും അറിയിക്കുന്നു. നന്ദി. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ദൈവനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കാൽവരിനാഥം മിനിസ്ട്രി ഒരുക്കിയ ഈ മീറ്റിംഗിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേക പ്രിയപ്പെട്ടവർക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ദൈവം ഇന്നും ഒരു സാവകാശം നമുക്ക് തന്നത് ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ദൈവം എത്ര നല്ലവനെന്ന് ആ പാട്ടുകളിൽ കൂടി പ്രിയ സഹോദരന്റെ പറഞ്ഞ വചന ശുശ്രൂഷയിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഇടവരുത്തി. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. മിനിസ്ട്രി ഓർക്കുകയാണെങ്കിൽ വളരെ അനുഗ്രഹമായിട്ട് നടക്കുന്ന ഒരു മിനിസ്ട്രിയായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അതിന്റെ കാരണം കേൾവിക്കാരായിട്ടുള്ള നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയുമാണ്. 100 എപ്പിസോഡ് നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. ഇത് നിന്നു പോകാതെ ഇത്രത്തോളം താങ്ങി നിർത്തിയത് നിങ്ങളുടെ കരുതലും അതുപോലെ നിങ്ങളുടെ പ്രാർത്ഥനയും മാത്രമാണ്. മാത്രമല്ല, കാൽവരിനാഥം മിനിസ്ട്രി തുടങ്ങിയ മുതൽ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ പുതിയ പാട്ടുകൾ എഴുതിയ അനേക പ്രിയപ്പെട്ടവരെ ഈ വേദിയിൽ പരിചയപ്പെടുത്തുവാൻ, അവരെഴുതിയ പാട്ടുകൾ പാടി നമുക്ക് സന്തോഷിക്കുവാൻ ദൈവം ഇടവരുത്തിയിട്ടുണ്ട്. മാത്രമല്ല, പാട്ടുകൾ പാടുവാൻ കുഞ്ഞുങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്, സഹോദരിമാർക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്, സഹോദരന്മാർക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു വേദി എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹമാകുവാൻ തക്കവണ്ണം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഞങ്ങളെ സഹായിച്ചു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. മാത്രമല്ല, മിനിസ്ട്രി എന്നുള്ള രീതിയിൽ അനേക സുവിശേഷന്മാർക്ക്, സഭയിലെ എൽഡേഴ്സിന്, അതുപോലെ സഹോദരന്മാർക്ക് ടെസ്റ്റിമണി പറയാൻ തക്കവണ്ണം അവസരം ഈ കാൽവരിനാഥ മിനിസ്ട്രി ഒരുക്കിയിട്ടുണ്ട്. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ ജെയിംസ് കൊടുന്തര സഹോദരൻ പറഞ്ഞതുപോലെ ഈ മിനിസ്ട്രി പ്രിയപ്പെട്ടവർക്കും അതുപോലെ കടന്നു വന്ന അനേക പ്രിയപ്പെട്ടവർക്കും വളരെ അനുഗ്രഹം ഉണ്ടാകുവാൻ തക്കവണ്ണം വിജയകരമായി തീരുവാൻ തക്കവണ്ണം ദൈവം ഇടവരുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനായിട്ട് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യാണ്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ ശനിയാഴ്ചകൾ മാറ്റിവെച്ച് ഈ ഒരു മിനിസ്ട്രിയിൽ കടന്നു വന്ന് സഹകരിക്കുന്നു ഓർക്കുമ്പോൾ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, നാം പാട്ടിൽ കൂടി കേട്ടതുപോലെ ദൈവനാമം എങ്ങനെയെങ്കിലും മഹത്വപ്പെടണം.
ഈ മിനിസ്ട്രി അതാണ് ഉദ്ദേശിക്കുന്നത്. അനേക പ്രിയപ്പെട്ടവർക്ക് അനുഗ്രഹം ഉണ്ടാകും തക്കണം. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ഇടവരുത്തി, വരും കാലങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തുടർന്നും ഞങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയിൽ ഞങ്ങളെയും മിനിസ്ട്രി ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. മാത്രമല്ല, വളരെ അനുഗ്രഹിക്കപ്പെട്ട ധൈര്യം തരുന്ന വചനം നമുക്ക് തരുവാൻ തക്കവണ്ണം ഇവാഞ്ചലിസ്റ്റ് ബിജു കണ്ണനെ ദൈവം എടുത്ത് ഉപയോഗിച്ചതോർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. അതുപോലെ പാട്ടുകൾ പാടി നമ്മളെ ഇന്ന് സഹായിച്ച ഷൗൽ വർഗീസിനെയും, അതുപോലെ രാജു ജോർജ് സഹോദരനെയും, ജെയിംസ് കുടുംബ സഹോദരനെയും, അതുപോലെ അക്സ സന്തോഷിനെയും പ്രിയപ്പെട്ടവർക്ക് ഞങ്ങളുടെ നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. അതിൽ കൂടുതൽ ആയിട്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ സ്നേഹത്തെ അറിയിക്കുകയാണ്. നമുക്കിപ്പോ ദൈവമെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ഇതുപോലെ ഒരു മീറ്റിംഗിൽ കൂടുവാനുള്ള അവസരം ദൈവം തരട്ടെ. ഇതിന്റെ പുറകിൽ വളരെയധികം അധ്വാനിക്കുന്ന സഹോദരൻ സന്തോഷ് മാത്യു സഹോദരനെയും കുടുംബത്തെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് അപേക്ഷിക്കുകയും കൂടിയാണ്. നമുക്ക് ഇപ്പോൾ ഈ മീറ്റിംഗ് അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. അറ്റ്ലാന്റയിൽ ഉള്ള പ്രിയ തോമസ് ഇബ്രാം അച്ചായൻ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാം. അതിനായിട്ട് പ്രിയ അച്ചായനെ സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമേറിയ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. അവിടുത്തെ പ്രിയ പുത്രനിൽ വിശ്വസിച്ചത് മൂലം ഞങ്ങൾക്ക് ദൈവമക്കളായി തീരുവാൻ അവിടുന്ന് അധികാരം തന്ന് ഞങ്ങളെ ആ നിലയിൽ ആക്കി തീർത്തിരിക്കുന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമക്കളെന്നുള്ള മഹനീയ പദവിയിൽ കർത്താവിന്റെ സന്നദ്ധിയിൽ ഇന്ന് അടുത്തു വന്ന് കർത്താവെ, നിന്റെ മഹത്വത്തെ വർണ്ണിപ്പാനും നീ ചെയ്ത ഉപകാരങ്ങളെ സ്മരിക്കുവാനും നീ ഞങ്ങൾക്ക് ഇന്ന് സഹായിച്ചതോർത്ത് ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. വിവിധ സഹോദരന്മാരാൽ പാട്ടുകൾ പാടി കേൾക്കുന്നതിനും അത് കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് തീരുന്നതും ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കാൽവറിനാദം എന്ന ഈ ഉദ്യമത്തിലൂടെ കർത്താവെ, അനേകർക്ക് ദൈവവചനം കേൾക്കുവാനും അനേക സാക്ഷ്യങ്ങൾ കേൾക്കുവാനും അവിടുന്ന് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. 100 എപ്പിസോഡ് ഇങ്ങനെ നടത്തുവാൻ തക്കവണ്ണം ഇതിൽ അധ്വാനിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഇടയാക്കി. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഇന്ന് വചനം ശുശ്രൂഷിച്ച നിന്റെ ദാസനായിട്ടും പ്രാർത്ഥിക്കുന്നു. ബിജു കണ്ണന് വേണ്ടി വരുന്ന നാളുകളിൽ അധികമായിട്ട് നിനക്ക് പ്രയോജനപ്പെടുന്ന നിലയിൽ വചന ശുശ്രൂഷയിലായിരിക്കാൻ കർത്താവെ അവിടുന്ന് സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ എല്ലാം അവിടുത്തെ കരങ്ങളിൽ തരുന്നു. കർത്താവ് ഞങ്ങളെ നടത്തുന്ന വിധത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി കർത്താവിന്റെ നാമം അതിൽ കൂടി മഹത്വപ്പെടുത്തുവാൻ വരുന്ന നാളുകളിൽ വിവിധ നിലകളിൽ അടിയങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് മതിയായ ദൈവമായി സ്വർഗത്തിൽ പിതാവിന്റെ വലത്തുഭാഗത്ത് പക്ഷപാതം കഴിച്ചുകൊണ്ട് സദാ ജീവിക്കുന്നു. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ ഞങ്ങൾ അന്യരും പരദേശികളുമാണെങ്കിലും എല്ലാ നാളും നിന്റെ സാന്നിധ്യവും നിന്റെ കൃപയും ഞങ്ങൾക്കുണ്ട്. അതോർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഇത്രത്തോളവും കർത്താവെ, ഈ ഉദ്യമത്തെ അവിടുന്ന് സഹായിച്ചു. അതോർത്ത് ഞങ്ങൾ പിന്നെയും നിന്നെ സ്തുതിക്കുന്നു. അവിടുത്തെ നാമം എല്ലാറ്റിലൂടെയും മഹത്വപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് രക്ഷിച്ച ഞങ്ങളുടെ രക്ഷിതാവും ഞങ്ങളുടെ ദൈവവുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിമഹത്വമുള്ള നാമത്തിൽ എളിയവർ താഴ്മയോടെ യാചിക്കുന്നു. കരുണ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ.